സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ഡിഗ്രി ലെവൽ കോമൺ പ്രിലിംസ് 28/6/2025 നടന്നു. അതിൻ്റെ കോഡ് എ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഓർ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് റിഗാർഡിംഗ് പോർച്ചുഗീസ് റിലേഷൻ വിത്ത് കേരള? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് വാസ്കോ ഡ ഗാമ റീച്ച് കോഴിക്കോട് ഇൻ മെയ് 1498. ഇത് കറക്റ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് 1500 സെക്കൻഡ് പോർച്ചുഗീസ് മിഷൻ അണ്ടർ പെഡ്രോ അൽവാരസ് കാബ്രൽ റീച്ച്ഡ് കേരള. ഇതും കറക്റ്റാണ്. വാസ്കോ ഡ ഗാമ തിരിക്കുമ്പോഴത്തേക്കും അപ്പോൾ തന്നെ ആ ഒരു ടൈം പീരീഡിൽ തന്നെയാണ് സെക്കൻഡ് മിഷൻ പോർച്ചുഗീസിൽ നിന്ന് പുറപ്പെടുന്നത്. ആൻഡ് ഇറ്റ് വാസ് ഹെഡഡ് അണ്ടർ പെഡ്രോ അൽവാരസ് കാബ്രൽ. സോ 1500 ഇവർ കേരളത്തിൽ എത്തുന്നു. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് വാസ്കോ ഡ ഗാമ മെയ്ഡ് ഹിസ് സെക്കൻഡ് അറൈവൽ ഇൻ കേരള ഇൻ 1502. ഈ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. കാരണം പെഡ്രോ അൽവാരസ് എത്തുമ്പോഴത്തേക്കും ഇവിടുത്തെ സാമൂതിരിയുമായിട്ട് എന്തിലേർപ്പെടുന്നു, ഒരു ഒരു ട്രീറ്റിയിൽ ഏർപ്പെടുകയുണ്ടാകുന്നുണ്ട്. ആൻഡ് അതിൻ്റെ ഇതിൽ ഫാക്ടറി സെറ്റപ്പ് ആകാനുള്ള പെർമിഷൻ കിട്ടുന്നുണ്ട്. പക്ഷേ ഇത് ലോക്കലായിട്ടുള്ള അറബ് മെർച്ചൻസിനിടയിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുകയും പിന്നീട് ഒരു വാർ പോർച്ചുഗീസും സാമൂതിരിയും തമ്മിലുള്ള ഒരു വാറിലേക്ക് ഇത് എത്തുകയും ചെയ്യുന്നുണ്ട്. സോ ഇതിനൊരു റിവെഞ്ച് അതിൽ കുറേ പോർച്ചുഗീസ് ഏകദേശം 200ഓളം പേർ മരിക്കുന്നുണ്ട് അതിൽ. സോ ഇതിനൊരു റിവെഞ്ചായിട്ടാണ് വാസ്കോ ഡ ഗാമയുടെ സെക്കൻഡ് അറൈവൽ കേരളത്തിൽ എത്തുന്നത്. സോ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് പോർച്ചുഗീസ് അലയൻസ് വിത്ത് കൂലത്തിരീസ് സ്റ്റേബിൾ ആണെന്നാണ്. കാരണം സാമൂതിരിയുമായിട്ട് പ്രശ്നമാകുമ്പോൾ അൽവാരസ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇദ്ദേഹം കോലത്തിരി, അതായത് ഏഴിമല ക്യാപിറ്റലായിട്ടുള്ള കോലത്തിരി നാട്ടിലുള്ള രാജാക്കന്മാരുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു അലയൻസ്, ഇൻഫോർമൽ അലയൻസ് വെക്കുന്നുണ്ട്. ആൻഡ് അതിൻ്റെ ബേസിസിൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫാക്ടറി അല്ലെങ്കിൽ ഒരു ട്രേഡ് പോസ്റ്റ് സ്ഥാപിക്കാനുള്ള പെർമിഷൻ പോർച്ചുഗീസിന് കിട്ടുന്നുണ്ട്. ആൻഡ് ദേ വർ ഹാവിങ് എ കോഡിയർ റിലേഷൻ ടിൽ ദെയർ എക്സിറ്റ് ഫ്രം കേരള. സോ ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, കറക്റ്റാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി ആണ്. ഓൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് യൂറോപ്യൻ പവർ വാസ് ഡിഫീറ്റഡ് ബൈ മാർത്താണ്ഡവർമ്മ ഇൻ ദി ബാറ്റിൽ ഓഫ് കൊളച്ചിൽ? ഉത്തരം വരുന്നത് സി, ഡച്ച് ആണ്. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഏർപ്പെട്ടൊരു യുദ്ധമാണ് ബാറ്റിൽ ഓഫ് കൊളച്ചിൽ. 1741 ഈ യുദ്ധം നടക്കുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് ദി ഫോളോയിങ് ബുക്സ് ആൻഡ് ദ ഓതേഴ്സ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് ആൻസർ ഫ്രം ദി ചോയ്സസ് ഗിവൻ. സോ എ എന്ന് പറയുന്നത് ഹോട്ടസ് മലബാറിക്കസ് ആണ്. നമുക്കറിയാം അതെന്ത് ബുക്കാണത്. മലബാറിലുള്ള ഫ്ലോറൽ സ്പീഷീസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അവരുടെ മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ബുക്കാണ് ഹോട്ടസ് മലബാറിക്കസ്. അത് എഴുതിയിരിക്കുന്നത് ഹെൻറിക് വാൻ ഡ്രീഡാണ്. മാമാങ്കം കിളിപ്പാട്ട്, മാമാങ്കം തിരുനാവായിൽ നടക്കുന്ന മാമാങ്കം ഫെസ്റ്റിവലിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ബുക്കാണ് മാമാങ്കം കിളിപ്പാട്ട്. ആൻഡ് അത് എഴുതിയിരിക്കുന്നത് കാച്ചനച്ചേരി നമ്പൂതിരിയാണ്. പെരുമാൾ തിരുമൊഴി എഴുതിയിരിക്കുന്നത് കുലശേഖർ ആൽവാറാണ്. ആൽവാർ നമുക്കറിയാം അദ്ദേഹം ഒരു വിഷ്ണു ഭക്തി സെയിൻറ്റ് പോയറ്റാണ്. ഇദ്ദേഹം എഴുതിയ ബുക്കാണ് ഇത് പെരുമാൾ തിരുമൊഴി എന്ന് പറയുന്ന ബുക്കും. ഇത് ദിവ്യപ്രബന്ധത്തിൻ്റെ പാർട്ടായിട്ടും കരുതുന്നുണ്ട് ഇത് പെരുമാൾ തിരുമൊഴി എന്ന ബുക്ക്. ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ലാസ്റ്റ് ഓപ്ഷൻ ഡി പറയുന്നത് തുഫാത്തുൽ മുജാഹിദീനാണ്. ഇത് എഴുതിയിരിക്കുന്നത് ഷെയ്ഖ് സൈനുദ്ദീനാണ്. ആൻഡ് ഇതിൽ പറയുന്നത് നമ്മുടെ 16th സെഞ്ച്വറിയിൽ നടക്കുന്ന മാപ്പിള ഏരിയയിൽ നടക്കുന്ന ഒരു റിവോൾട്ടും അതും പോർച്ചുഗീസും തമ്മിലുള്ളൊരു ഏറ്റുമുട്ടലുണ്ട്. അതിനെക്കുറിച്ചാണ് ഡീറ്റെയിൽഡ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഒരു ബുക്കാണ് ഇത് തുഫാത്ത് ഉൽ മുജാഹിദീൻ എന്ന് പറഞ്ഞ ബുക്ക്. സോ ഇതിൻ്റെ ആൻസർ വരുന്നത് ഏതാ? തേർഡിൻ്റെ ആൻസർ എ ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഓർ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ദി ഫസ്റ്റ് മിനിസ്ട്രി ഓഫ് കേരള അണ്ടർ EMS നമ്പൂതിരിപ്പാട്? EMSനെ നമ്പൂതിരി 1957 അവർ തുടങ്ങുന്നത്. 1957 തൊട്ട് 59 വരെ മാത്രമേ നമ്മുടെ ആദ്യത്തെ മിനിസ്ട്രി നിൽക്കുന്നുള്ളൂ. ആൻഡ് ഇറ്റ് വാസ് ഹെഡഡ് ബൈ EMS നമ്പൂതിരിപ്പാട്. 11 മിനിസ്റ്റേഴ്സ് ആയിരുന്നു അതിലുണ്ടായിരുന്നത്. സോ ഇതിൽ ഏതൊക്കെ മിനിസ്റ്റേഴ്സാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ വിമോചന സമരം നടക്കുന്നതിൻ്റെ മെയിൻ റീസണായിട്ട് നമ്മൾ പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ആണ് ഒരു റീസണായിട്ട് പറയുന്നത്. സോ അത് ഹെഡ് ചെയ്തിരുന്നത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. ആൻഡ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. നമുക്ക് ബി വെട്ടാം. അപ്പോൾ ബാക്കി മൂന്നും ഉണ്ട്. PK ചാത്തൻ മിനിസ്ട്രി ഓഫ് ഇൻഡസ്ട്രീസ് ആണ് പറയുന്നത്. പക്ഷെ അദ്ദേഹമല്ല, അദ്ദേഹം മിനിസ്ട്രി ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആണ്. അതായത് സെക്കൻഡും ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റും കൂടെ സ്വാപ്പ് ചെയ്തിരിക്കുകയാണ്. സോ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് KR ഗൗരി വാസ് ദി മിനിസ്റ്റർ ഫോർ ലാൻഡ് റവന്യൂ, അതും കറക്റ്റാണ്. സോ 1 and 3 ആണ് എന്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്? 4ൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഫിഫ്ത്ത് സ്റ്റേറ്റ്മെൻറ്റ് മൻസബ്ദാർ സിസ്റ്റം ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നാണ്. അക്ബറാണ് മൻസബ്ദാർ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അക്ബർ ഇതെന്താ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് മിലിറ്ററി സിസ്റ്റമാണ് വിച്ച് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ അക്ബർ. സോ ഉത്തരം ബി ആണ് വരുന്നത്. സിക്സ്ത് ക്വസ്റ്റ്യൻ നോക്കുക. ബൈ വിച്ച് ആക്ട് ഡിഡ് ദി ബ്രിട്ടീഷ് ക്രൗൺ ടേക്ക് ഓവർ ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഫ്രം ദി ഈസ്റ്റ് ഇന്ത്യ കമ്പനി? ആൻസർ വരുന്നത് ബി ആണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1858 ആണ് വരുന്നത്.
ഇത് 1857 നമുക്കറിയാവുന്ന റിവോൾട്ട് ഓഫ് 1857 നടക്കുന്നുണ്ട്. സോ അതിൻ്റെ ബേസിസിലാണ് ഗവൺമെൻറ് എന്ത് ആക്ട് കൊണ്ടുവരുന്നത്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1858 വരുന്നത്. ആൻഡ് റിവോൾട്ട് നടന്നതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് ക്രൗൺ എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്, ഇവർ ഏറ്റെടുക്കുന്നുണ്ട് ഇന്ത്യയുടെ റൂള്. ആൻഡ് അതുവരെ ഉള്ളതിൽ വൈസ്രോയ് ആണ് ഇനി തൊട്ട് വരുന്നത്. അങ്ങനെ ആദ്യത്തെ വൈസ്രോയ് ആയിട്ട് ലോർഡ് കാനിങ്, ഗവർണർ ജനറലിൽ നിന്ന് വൈസ്രോയ് എന്ന് പറഞ്ഞൊരു പൊസിഷൻ ക്രിയേറ്റ് ചെയ്യുകയും ലോർഡ് കാനിങ് ഫസ്റ്റ് വൈസ്രോയ് ഓഫ് ഇന്ത്യ ബ്രിട്ടീഷ് ഇന്ത്യ ആയിട്ട് വരികയും ചെയ്യുന്നുണ്ട്. സോ 6ന്റെ ആൻസർ ബി ആണ്. 7th ക്വസ്റ്റ്യൻ നോക്കുക, അറേഞ്ച് ദി ഫോളോയിങ് ഇവൻറ്റ്സ് ഇൻ ദി ക്രോണോളജിക്കൽ ഓർഡർ. നമുക്കറിയാം റൗലറ്റ് ആക്ട് നടക്കുന്നത് 1919 ഗാന്ധി ഇർവിൻ പാക്ട് നടക്കുന്നത് 1931 പാർട്ടീഷൻ ഓഫ് ബംഗാൾ നടക്കുന്നത് 1905 നെഹ്റു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് 1928 സോ 7th ആൻസർ ഡി ആണ് വരുന്നത്. സോ ആദ്യം പാർട്ടീഷൻ ഓഫ് ബംഗാൾ 1905 ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഉത്തരത്തിലെത്താൻ വേണ്ടിയിട്ട് പറ്റും. സോ 7th ആൻസർ ഇസ് ഡി. ഹു ഇൻട്രൊഡ്യൂസ് ദി 20-point പ്രോഗ്രാം? ഇന്ദിരാഗാന്ധിയാണ് ഈ ഒരു പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് 5th 5-year പ്ലാനിലാണ് എന്താ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, 20-point പ്രോഗ്രാംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് മറ്റൊന്നുമല്ല, സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റ്സും അതിന് വേണ്ടിയിട്ടുള്ള 20 പോയിന്റ്സുമാണ് ആര് മുന്നോട്ട് വയ്ക്കുന്നത്, ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുന്നത്. സോ ആൻസർ എ ആണ് വരുന്നത്. 9th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇവൻറ്റ് ആൻഡ് മൂവ്മെൻറ്റ്സ് ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് ആൻസർ ഫ്രം ദി ചോയ്സ് ഗിവൻ? സോ സ്റ്റാമ്പ് ആക്ട് നമ്മൾ പറയുന്നത് ഏതാണ്? സ്റ്റാമ്പ് ആക്ട് പറയുന്നത് അമേരിക്കൻ റെവല്യൂഷനിലാണ് വരുന്നത്. ടാക്സേഷൻ, നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ എന്നൊരു ഇതിലും കൂടിയാണ് ഈ ഒരു സ്റ്റാമ്പ് ആക്ട്. അതായത് സ്റ്റാമ്പ് ആക്ട് കൊണ്ടുവരുന്ന ആരാണ്? ബ്രിട്ടീഷ് ഗവൺമെൻറ് ആണ് കൊണ്ടുവരുന്നത്. ബ്രിട്ടീഷിൽ US കോളനീസ് ഉണ്ട്, അമേരിക്കയിലുള്ള ബ്രിട്ടീഷ് കോളനീസിൽ ടാക്സേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ആക്ടായിരുന്നു ഇത്, സ്റ്റാമ്പ് ആക്ട്. അപ്പോൾ ഇതിനെതിരെയായിട്ടാണ് അമേരിക്കൻ റെവല്യൂഷൻ സ്റ്റാർട്ട് ആവുന്നത്. സോ അതായത് അവർ പറയുന്നത് ടാക്സേഷൻ, റെപ്രസെൻറ്റേഷൻ ഇല്ലാതെ ടാക്സേഷൻ മാത്രം നടക്കില്ല എന്നതായിരുന്നു പറഞ്ഞത്. സോ എ വരുന്നത് 2 ആണ്. ടെന്നീസ് കോർട്ട് ഓത്ത് നമുക്കറിയാം എന്താണ്, ഫ്രഞ്ച് റെവല്യൂഷൻ്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത് എന്നുള്ളത്. സോ A 2 B 4 ആണ് വരുന്നത്. അപ്പം ബിയും സിയും നമുക്ക് വെട്ടാം. ബിൽ ഓഫ് റൈറ്റ്സ് വരുന്നത് ഗ്രേറ്റ് റെവല്യൂഷൻ ഓഫ് ഇംഗ്ലണ്ട്. ഇതിൻ്റെ ബേസിസിൽ ഇൻഡിവിജ്വൽ ലിബർട്ടീസിന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്നും അതുപോലെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി എസ്റ്റാബ്ലിഷ് ചെയ്യാനും ഉള്ള ഒരു ബേസ് ആകുന്നത് ബിൽ ഓഫ് റൈറ്റ്സ് കാരണമാണ്. ട്രീറ്റി ഓഫ് ബ്രസ്റ്റ് ലിറ്റോവ്സ്ക് പറയുന്നത് റഷ്യൻ റെവല്യൂഷൻ്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ്. റഷ്യൻ റെവല്യൂഷൻ കഴിഞ്ഞ് ബോൾഷെവിക് റെവല്യൂഷൻ അതിൻ്റെ ഭാഗമായിട്ട് നടക്കുകയും ലെനിൻ അധികാരത്തിൽ വരികയും ചെയ്യുന്നു. അദ്ദേഹം ആദ്യം ചെയ്യുന്നത് തന്നെ ഇങ്ങനെ ഒരു ട്രീറ്റി ഒപ്പിടുകയാണ്, വിച്ച് ഈസ് ടു പുൾ ഔട്ട് റഷ്യ ഫ്രം വേൾഡ് വാർ 1. സോ ഡി വരുന്നത് 3 ആണ്. സോ ആൻസർ 9th ആൻസർ ഡി ആണ് വരുന്നത്. 10th ക്വസ്റ്റ്യൻ നോക്കുക, വിച്ച് ഓഫ് ദി ഫോളോയിങ് ലീഡേഴ്സ് വെർ ദി സിഗ്നറ്ററീസ് ഓഫ് ദി അറ്റ്ലാന്റിക് ചാർട്ടർ? അറ്റ്ലാന്റിക് ചാർട്ടർ നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് എ പ്രീകേഴ്സർ ഓഫ് ദി UN ചാർട്ടർ ആയിട്ടാണ് പറയുന്നത്. ആൻഡ് 2 ലീഡേഴ്സാണ് മെയിനായിട്ട് പറയുന്നത്. ഒന്ന് UK പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള വിൻസ്റ്റൺ ചർച്ചിലും പിന്നീട് പറയുന്നത് നമ്മുടെ US പ്രസിഡൻ്റ് ആയിട്ടുള്ള റൂസ്വെൽട്ടും ആണ് ഇതിന് മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ളത്. ഇവരുടെ ഒരു ഗോളാണ്, വിഷനാണ് പറഞ്ഞത് പോസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞിട്ട് വേൾഡ് വാർ 2 നടക്കുന്ന സമയമാണ് നമുക്ക് മനസ്സിലാവും. സോ വേൾഡ് വാർ 2 കഴിയുമ്പോഴത്തേക്കും എങ്ങനെയുള്ള വേൾഡ് ആണ് കെട്ടിപ്പടുത്തേണ്ടത് എന്നതാണ് ഇവർ രണ്ടുപേരും ഈ ഒരു അറ്റ്ലാന്റിക് ചാർട്ടറിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. സോ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ പ്രീകേഴ്സർ ടു UN ചാർട്ടർ. ആൻസർ വരുന്നത് ബി ആണ്. 10th ആൻസർ ബി 1 and 3 ആണ്. ഓക്കെ. Next question, which of the following process is primarily responsible for the formation of delta? സോ ഡെൽറ്റ ഫോർമേഷന് കാരണമാവുന്നത് താഴെ പറയുന്നവയിൽ ഏത് പ്രോസസ്സാണെന്നുള്ളതാണ്, അല്ലെങ്കിൽ എന്ത് കാരണത്താലായിട്ടാണ് അത് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയാം, ഡെൽറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവേഴ്സ് ഒഴുകി വന്നതിന് ശേഷം അത് കടലിലേക്ക് പതിക്കുന്ന ഭാഗം എത്തുമ്പോഴേക്കും ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി അതിൻ്റെ കുറയുന്നു. ആ സമയത്ത് എന്താണ്, ഈ കൊണ്ടുവരുന്ന സെഡിമെൻറ്റ്സ് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് ആവുന്നു, റിവേഴ്സ് ഡിസ്ട്രിബ്യൂട്ടറീസ് ആയിട്ട് സ്പ്ലിറ്റ് ആവുന്നു എന്നുള്ളതാണ്. അതിങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുണ്ടാവുന്നു. അപ്പോൾ ഇതാണ് ഡെൽറ്റ ഫോർമേഷൻ എന്ന് പറയുന്നത്. സോ ദിസ് ഡെൽറ്റ ഫോർമേഷൻ ഇങ്ങനെ ഉണ്ടാവുന്നതിനെ നമ്മൾ ഡെൽറ്റ ഫോർമേഷൻ എന്ന് വിളിക്കുന്നത്. സോ സ്വാഭാവികമായിട്ടും എന്താണ്, റിവേഴ്സ് കൊണ്ടുവരുന്ന ഡിപ്പോസിഷനാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന ഡെൽറ്റാസ് എന്ന് പറയുന്നത്. സോ റിവർ ഡിപ്പോസിഷൻ ഈസ് ദ ആൻസർ, ഓപ്ഷൻ സി. നെക്സ്റ്റ്, വാട്ട് ഡസ് കോണ്ടൂർ ഇൻ്റർവെൽ ഓൺ എ ടോപ്പോഗ്രാഫിക് മാപ്പ് റെപ്രസെൻറ്റ്? അതായത് ഒരു ടോപ്പോഗ്രാഫിക് മാപ്പിൽ കോണ്ടൂർ ഇൻ്റർവെൽ എന്ന് പറയുന്നത് എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ കോണ്ടൂർ ലൈൻസ് എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, എലിവേഷനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സപ്പോസ് ഇതൊരു ഹൈറ്റുള്ള ഒരു ഏരിയ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് നമ്മൾ മാപ്പിൽ കൊണ്ടുവരുമ്പോൾ, ടോപ്പോഗ്രാഫിക് മാപ്പിൽ കൊണ്ടുവരുമ്പോൾ എന്താണ്, ഈ ഓരോ ഹൈറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ സർക്കിൾസ് ആയിട്ടായിരിക്കും, സർക്കിൾസ് അല്ല ക്ലോസ്ഡ് ആയിട്ടുള്ള ഷേപ്പായിട്ടായിരിക്കും വരയ്ക്കുന്നത്. അപ്പം ഇത് ഇപ്പോൾ ഫസ്റ്റ് വൺ, ഇത് 1 മീൻസ് ലൈക്ക് ഇപ്പം 5 4 3
ടു 1 എന്ന് വെച്ചിട്ട് വിചാരിക്കുക. അപ്പോൾ 1 മീറ്റർ 2 മീറ്റർ 3 മീറ്റർ 4 മീറ്റർ അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലാണ് 1000 to 2000 3000 എന്ന രീതിയിൽ വേണമെങ്കിലും എടുക്കാം. എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ കോൺടൂർ ലൈൻസ് വരയ്ക്കുന്നു, കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോൺടൂർ ലൈൻസ് ആയിട്ടായിരിക്കും അതിനെ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ഇങ്ങനെ കോൺടൂർ ലൈൻസ് വരച്ച് മാർക്ക് ചെയ്യുമ്പം അതിൽ നമ്മൾ ഏറ്റവും ഇപ്പം ഔട്ടർ ലൈൻ എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ടു ദിസ് വൺ. സോ 1 2 3 4 5 കൂടി ഉണ്ടെന്ന് വിചാരിക്കുക, 5. അപ്പോൾ അതിൽ നമ്മൾ ഈ മാർക്ക് ചെയ്യുന്ന ഈ നമ്പേഴ്സ് ഉണ്ടല്ലോ, ഈ നമ്പേഴ്സിനെയാണ് നമ്മൾ അതിൻ്റെ ആ ഒരു ഹൈറ്റായിട്ട് പറയുന്നത്. അപ്പോൾ അത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്, ആ കോൺടൂർ ഇൻ്റർവെൽ എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ സംഗതി എന്തിനാണ് സൂചിപ്പിക്കുന്നത്? റെപ്രസെൻറ്റ്സ് ദ വെർട്ടിക്കൽ ഡിഫറൻസ് ഇൻ ദി എലിവേഷൻ. അതായത് ഇപ്പോൾ 1 to 2ൻ്റെ ഇടയിൽ 1 ആണ്, 2 to 3യുടെ ഇടയിലും 1 ആണ്, 3 to 4ൻ്റെ ഇടയിലും 1 ആണ്. അപ്പോൾ ആ കോൺടൂർസിൻ്റെ ഇടയിലുള്ള ഇൻ്റർവെൽ എന്തിനെ സൂചിപ്പിക്കുന്നു? ഇറ്റ്സ് എ വെർട്ടിക്കൽ ഡിഫറൻസ് ഇൻ ദ എലിവേഷൻ ബിറ്റ്വീൻ ദ കോൺസിക്യൂട്ടീവ് കോൺടൂർ ലൈൻസ്. കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള കോൺടൂർ ലൈൻസിൻ്റെ ഇടയിലുള്ള ഡിഫറൻസ് എത്രയാണെന്നാണ് അത് സൂചിപ്പിക്കുന്നത്. സോ ഓപ്ഷൻ ബി അതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. 12th ആൻസർ ഓപ്ഷൻ ബി. In which regions of India are the tropical thorn forest predominantly found? ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ്? ആരിഡ് റീജിയൻസിൽ ഉണ്ടാകുന്നതാണ് തോൺ ബുഷി ക്ലൈമറ്റ് എന്ന് പറയുക, അല്ലെ വെജിറ്റേഷൻ എന്ന് പറയുന്നത്. സോ സെമി ആരിഡ് റീജിയൻസ് ഓഫ് രാജസ്ഥാൻ, ഗുജറാത്ത് ആൻഡ് ഹരിയാന. വെസ്റ്റേൺ ഗട്ട്സിലൊക്കെ എന്താണ്? റെയിൻ ഫോറസ്റ്റ് ആണ് വരുന്നത്. കോസ്റ്റൽ റീജിയൻസും അല്ല, ഹിമാലയൻ ഫുഡ് ഹിൽസും അല്ല, അവിടെ എന്താണ്? അവിടെ മൗണ്ടൈൻ ടൈപ്പ് ഓഫ് ക്ലൈമറ്റ് ആണ് വരുന്നത്. സോ സെമി ആരിഡ് റീജിയൻസ് ഓഫ് രാജസ്ഥാൻ, ഗുജറാത്ത് ആൻഡ് ഹരിയാന. എളുപ്പമുള്ള ചോദ്യമല്ലേ, ഡയറക്റ്റ് ആയിട്ട് പിക്ക് ചെയ്യാൻ പറ്റും. ദെൻ 14, ദ സൈലന്റ് വാലി നാഷണൽ പാർക്ക് ഇൻ ഇന്ത്യ ഈസ് റിനോൺ ഫോർ കൺസർവിംഗ് വിച്ച് ടൈപ്പ് ഓഫ് ഫോറസ്റ്റ് എക്കോസിസ്റ്റം? ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എക്കോസിസ്റ്റം. വേറെ ഒന്നിനെ പറ്റിയിട്ട് ആലോചിക്കേണ്ട. മൗണ്ടൈനും അല്ല, ഡെസിഡിയസും എന്തായാലും അല്ല, ലൈക്ക് മാൻഗ്രൂവ് ഫോറസ്റ്റ് തീരെ അല്ല. അപ്പോൾ അവിടെ എന്താണ്? അങ്ങനെ നോക്കണ്ട, ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാവുന്നതല്ലോ. സോ 14th ആൻസർ ഈസ് ബി. 15th one, which two mountain ranges do the പാലക്കാട് ഗ്യാപ്പ് സെപ്പറേറ്റ് വെസ്റ്റേൺ ഗട്ട്സ്? പാലക്കാട് ഗ്യാപ്പ് എന്ന് പറയുന്നത് വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ഇടയിലുള്ള ഒരു ഗ്യാപ്പാണ്. സോ വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ഒരു ഗ്യാപ്പ് റീജിയനാണ് പാലക്കാട് എന്ന് പറയുന്നത്. സോ പാൽഘട്ട് എന്ന് പറയുമ്പം നീലഗിരി മൗണ്ടൻസിനും താഴെ ആനമല ഹിൽസിനും ഇടയിലാണ് വരുന്നത്. ഇവിടെ എന്താണ്? നെല്ലിയാമ്പതി ഹിൽ റേഞ്ചും എവിടെയാണ് വരുന്നത്? ഇവിടെ തന്നെയാണ് വരുന്നത്. സോ നെല്ലിയാമ്പതി ഹിൽ റേഞ്ചസിനും നീലഗിരി ഹിൽസിനും ഇടയിലായിട്ടാണ് വരുന്നത്. കാർഡമമ്മാൻ പളനി ഹിൽസ് വേറെയാണ്. ദെൻ പൊന്മുടി അതുമല്ല, അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നിന്ത്യാൻ സത്പുര ഇവിടെയല്ല, അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. സോ 15th ആൻസർ ഈസ് ഓപ്ഷൻ എ. 5 ചോദ്യം, വളരെ എളുപ്പമുള്ള 5 ചോദ്യമായിരുന്നു. ജോഗ്രഫിയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 5ഉം സ്കോറിംഗ് ആണ്. നമുക്കപ്പോൾ 16ാമത്തെ ചോദ്യം നോക്കാം. ആൻ ഇൻക്രീസ് ഇൻ പെർ ക്യാപിറ്റൽ ഇൻകം വിത്തൗട്ട് ആൻ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ഇൻഡിക്കേറ്റ്സ്. അപ്പോൾ എന്താണ്? ഒരു എക്കോണമിയിലെ പെർ ക്യാപിറ്റൽ ഇൻകം, ആളോഹരി വരുമാനം കൃത്യമായിട്ട് കൂടുന്നുണ്ട്, പക്ഷേ ഇൻകം ഡിസ്ട്രിബ്യൂഷനിൽ ഒരു വേരിയേഷൻ അല്ലെങ്കിൽ അതിലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്താണത്? അവിടെ ഇൻകം ഇൻഇക്വാളിറ്റി ആ സൊസൈറ്റിയിലുണ്ട്. പെർ ക്യാപിറ്റൽ ഇൻകം കൂടുന്നുണ്ട്, പക്ഷേ ഇൻകം ഡിസ്ട്രിബ്യൂഷനിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താ? ഇൻകം ഇൻഇക്വാളിറ്റി, ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള ഇൻഇക്വാളിറ്റി വൈഡൻ ചെയ്യുന്നുണ്ട്. 17th question, the RBI decision to reduce the cash reserve ratio primarily aims at. അപ്പോൾ CRR ഒരു എക്കോണമിയിൽ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? കട്ടെയിലിംഗ് ഇൻഫ്ലേഷൻ ആണോ? അല്ല. റെഡ്യൂസിങ് ഫിസിക്കൽ ഡെഫിസിറ്റ് ആണോ? അല്ല. ഇൻക്രീസിങ് ലിക്വിഡിറ്റി. ആ മാർക്കറ്റിലെ ലിക്വിഡിറ്റി കൂടും. റിസർവിൻ്റെ എമൗണ്ട് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും കൂടുതൽ എമൗണ്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ബാങ്കുകൾക്ക് മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്യാനായിട്ട് പറ്റും. അത്തരത്തിൽ പമ്പ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? മാർക്കറ്റിലെ ലിക്വിഡിറ്റി കൂടാനായിട്ട് തുടങ്ങും. സോ 18th question, എ സൈമൾട്ടേനിയസ് റൈസ് ഇൻ GDP ആൻഡ് ഫിസിക്കൽ ഡെഫിസിറ്റ്. ഫിസിക്കൽ ഡെഫിസിറ്റ് എന്തായിരുന്നു? ഗവൺമെൻറ്റിൻ്റെ ടോട്ടൽ ഡെഫിസിറ്റിനാണ് എന്ത് നമ്മൾ പറയുക? ഫിസിക്കൽ ഡെഫിസിറ്റ്. അപ്പോൾ GDP ഒരു മാർക്കറ്റിൽ കൂടുന്നുണ്ട്, അതേസമയം ഫിസിക്കൽ ഡെഫിസിറ്റും കൂടുന്നുണ്ട്. എപ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുക? ഗവൺമെൻറ് ഒരു എക്സ്പാൻഷണറി ഫിസിക്കൽ പോളിസി ചെയ്യുമ്പോൾ. എന്താണ് ഒരു എക്സ്പാൻഷണറി ഫിസിക്കൽ പോളിസി? ഗവൺമെൻറ് മാക്സിമം സ്പെൻഡ് ചെയ്യാനായിട്ട് തീരുമാനിക്കും. ഇത്തരത്തിൽ മാക്സിമം സ്പെൻഡ് ചെയ്യാനായിട്ട് തീരുമാനിക്കുമ്പോൾ എന്ത് പറ്റും? GDP മാർക്കറ്റിൽ കൂടാനായിട്ട് തുടങ്ങും. ഇനി എവിടെ നിന്നാണ് ഗവൺമെൻറ് ഇത്തരത്തിൽ സ്പെൻഡ് ചെയ്യാനുള്ള മണി കണ്ടുപിടിക്കുന്നത്? കടം എടുത്തിട്ടായിരിക്കും ഒരു പക്ഷേ. അപ്പോൾ എന്താണ്? അവിടെ ഫിസിക്കൽ ഡെഫിസിറ്റും റൈസ് ചെയ്യും. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഫിസിക്കൽ ഡെഫിസിറ്റും കൂടുകയും ചെയ്യും, GDP കൂടുകയും ചെയ്യും. എപ്പോൾ? ഗവൺമെൻറ് ഒരു മാസീവായിട്ടുള്ള എക്സ്പാൻഷണറി ഫിസിക്കൽ പോളിസി ചെയ്യാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ. ഇനി 19th one, which of the following is the best measure to evaluate the welfare impact of an economic growth? Nominal GDP, real GDP, HDI and PCI. GDPയും PCIയും ഒക്കെ എന്താണ്? ഒരു എക്കണോമിക് ഗ്രോത്തിൻ്റെ കൃത്യമായിട്ട് ഇവാലുവേഷൻ തന്നെയാണ്. പക്ഷെ എന്താണ്? വെൽഫെയർ ഇമ്പാക്റ്റ് എപ്പോഴാണ്? ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് നടന്നിട്ടുണ്ടോ? ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എടുത്താലാണ് നമുക്ക് എന്ത് മനസ്സിലാവുക?
കൃത്യമായിട്ട് അവിടെ വെൽഫെയറിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, വെൽഫെയറിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്, അതാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ആണ് എന്ത്, ഒരു എക്കോണമിയിലെ വെൽഫെയർ ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവാം. 28th ക്വസ്റ്റ്യൻ അസേർഷൻ എന്താണ്, നീതി ആയോഗ് എംഫസിസ് ബോട്ടം അപ്പ് പ്ലാനിങ്. ശരിയാണ്. എന്താണ്, നമ്മുടെ പ്ലാനിങ് കമ്മീഷൻ്റെ ടോപ്പ് ഡൗൺ അപ്രോച്ച് മാറ്റിയിട്ടാണ് എന്ത് വന്നത്, നീതി ആയോഗ് വന്നത്. എങ്ങനെ, ഒരു ബോട്ടം അപ്പ് പ്ലാനിങ്. കറക്റ്റാണ്. റീസണിങ് എന്താണ്, ഇറ്റ് ഹാസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി ഉണ്ടോ ടു അലോക്കേറ്റ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ടു സ്റ്റേറ്റ്? ഇല്ല. നീതി ആയോഗിന് എന്തില്ല, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി ഇല്ല, അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി പോലുമല്ല. അതുകൊണ്ട് തന്നെ എന്താണ്, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി ആർക്കില്ല, നീതി ആയോഗിനില്ല. സോ അസേർഷൻ ഈസ് ട്രൂ whereas the reasoning is flawed. ഇനി 21 direct question, who administers the oath of office to the president? Chief Justice of India. Direct question ആണ്, ഡയറക്റ്റ് ആൻസർ ആണ്. അടുത്തത്, who was the first chairperson of Lokpal? Again direct question, Justice Pinaki Chandra Ghosh. നമ്മൾ ഒരുപാട് തവണ പഠിച്ചിട്ടുള്ളതാണ്. 23rd, in which year the Right to Information Act was passed? 2005. Again direct question, direct answer. The power of the Supreme Court of India to decide dispute between union and the state falls under which jurisdiction limit? ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ. എന്താണ്, യൂണിയനും ഒരു സ്റ്റേറ്റും തമ്മിൽ, അല്ലെങ്കിൽ യൂണിയനും ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റും തമ്മിൽ, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റും മറ്റൊരു സ്റ്റേറ്റും തമ്മിൽ, എന്താണ്, ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ആണ്. ഡയറക്റ്റ്ലി എന്ത് ചെയ്യാം, നമുക്ക് സുപ്രീം കോടതിയിലേക്ക് ഈ കേസ് പാസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി 25th ക്വസ്റ്റ്യൻ, if a panchayat is dissolved, the elections have to be held within a period of 6 months. നമ്മൾ 73rd 74th അമെൻമെൻറ്റ് പഠിക്കുമ്പോൾ കൃത്യമായിട്ട് പഠിക്കുന്നതാണ്, 6 മാസത്തിനുള്ളിൽ പഞ്ചായത്ത് ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇലക്ഷൻ നടന്നിരിക്കണം. 26, which of the following is not included in the fundamental duties of the Constitution of India? To uphold and protect sovereignty and unity and integrity of India. അതൊരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആണ്. To safeguard public property, to abjure violence. ഇതും എന്താണ്, ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ്. To develop the scientific temper, humanism and spirit of inquiry and reform. ഇതും എന്താണ്, ഇതും ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ്. To assure the dignity of individual and unity and integrity of the nation. ഇത് എന്തല്ല, ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി അല്ല. അതുകൊണ്ട് ആൻസർ എന്താണ്, ഡി, ഫോർ ഓൺലി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ആണ്, ശ്രദ്ധിക്കണം, ഇൻ ദ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇനി 27, അഗെയിൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ആർട്ടിക്കിൾ നമ്മുടെ 368 ആണ് അമെൻമെന്റ്. അത് ഏത് പാർട്ട് 20 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പഠിക്കുമ്പോൾ കൃത്യമായിട്ട് പഠിക്കുന്നതാണ് അല്ലേ. 28th ക്വസ്റ്റ്യൻ, വിച്ച് പ്രൊവിഷണൽ അമെൻമെന്റ് ഇൻട്രൊഡ്യൂസ് ദ ആന്റി ഡിഫെക്ഷൻ പ്രൊവിഷൻ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? 52nd അമെൻമെന്റ്. എക്സ്പ്ലനേഷൻസിന്റെ ആവശ്യമില്ലല്ലോ. 52nd അമെൻമെന്റ് ആണ് എന്ത്, ആന്റി ഡിഫെക്ഷൻ പ്രൊവിഷൻസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് കൊണ്ടുവന്നത്. 29, which of the following landmark judgment the Supreme Court held that Parliament could not amend the fundamental rights? ശ്രദ്ധിക്കണേ, Parliament could not amend the fundamental rights. ഗോലക്നാഥ്, മേനകാ ഗാന്ധി, ശങ്കരി പ്രസാദ്, കേശവാനന്ദി. ആ ഇയേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഓർഡർ ഓർമ്മയുണ്ടെങ്കിൽ, ആദ്യം ഫണ്ടമെന്റൽ റൈറ്റ്സ് അമെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു, പിന്നീട് ഫണ്ടമെന്റൽ റൈറ്റ്സ് അമെൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആ ഒരു ഓർഡർ ഏകദേശം ഓർമ്മയുണ്ടെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗോലക്നാഥിലേക്ക് എത്താനായിട്ട് പറ്റും. അപ്പോൾ ഗോലക്നാഥ് ആൻഡ് അതേഴ്സ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്. എന്താണ്, ഫണ്ടമെന്റൽ റൈറ്റ്സ് cannot be amended എന്നാണ് എന്ത് പറഞ്ഞത്, ഗോലക്നാഥ് ആൻഡ് അതേഴ്സ് വേഴ്സസ് ദ സ്റ്റേറ്റ് ഓഫ് പഞ്ചാബിൽ സുപ്രീം കോർട്ട് പറഞ്ഞത് ഫണ്ടമെന്റൽ റൈറ്റ്സ് cannot be amended. ഇനി 30th ക്വസ്റ്റ്യൻ, 73rd Amendment Act emanates from which article of the Indian Constitution? Article 40. DPSP-ലാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്, ഇത്തരത്തിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ ഡെമോക്രസി ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഒരു പഞ്ചായത്ത് രാജ് സിസ്റ്റം മോഡൽസ് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എന്താണ് 73rd അമെൻമെന്റിന്റെ ഉത്ഭവം അല്ലെങ്കിൽ അതിന്റെ ഐഡിയ എവിടെ നിന്നാണ്, ആർട്ടിക്കിൾ 40 നമ്മളുടെ DPSP-യിലെ ഐഡിയയിൽ നിന്നാണ് എന്ത് 73rd അമെൻമെന്റ് വരുന്നത്. 31ാമത്തെ ചോദ്യം നോക്കാം. വിച്ച് വർക്ക് ഈസ് നോൺ ആസ് ദി ഫസ്റ്റ് മലയാളം ട്രാവലോഗ് റിട്ടൺ ഇൻ പ്രോസ്? ആൻസർ വരുന്നത് എ, വർത്തമാന പുസ്തകമാണ്. ഈ വർത്തമാന പുസ്തകം എഴുതിയിരിക്കുന്നത് പാറേമക്കൽ തോമ കത്തനാർ എന്ന വ്യക്തിയാണ്. ഇദ്ദേഹം 1770s 1780s ഇടയ്ക്കാണ് എഴുതിയിരിക്കുന്നത്. റോമിലേക്കുള്ള ഒരു യാത്രാ വിവരണമാണ്. ഇവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ റോമ യാത്രയാണ് ഇതിൽ പറയുന്നത്, വർത്തമാന പുസ്തകം എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ബി എന്ന് പറയുന്നത് ധർമ്മരാജാവിൻ്റെ രാമേശ്വര യാത്ര. ഇത് നമ്മുടെ ട്രാവൻകൂർ രാജാവായ കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ പുസ്തകമാണിത്, ധർമ്മരാജാവിൻ്റെ രാമേശ്വര യാത്ര. അതുപോലെ കാശി യാത്ര വിവരണവും കേരള രാജ രാമവർമ്മയുടെ പുസ്തകമാണിത്, കാശി യാത്ര വർണ്ണനം. ഉൽക്കാല ഭ്രമണം ഒരു പോയറ്റിക് ബുക്കാണ്, അത് ട്രാവലോഗ് തന്നെയാണ്, പക്ഷെ പദ്യ രൂപേണ എഴുതിയ ആദ്യത്തെ ട്രാവലോഗ് പുസ്തകമാണിത്, ഉൽക്കാൽ ഭ്രമണം എന്ന് പറഞ്ഞ പുസ്തകം. സോ ആൻസർ വരുന്ന 31 എ ആണ്, വർത്തമാന പുസ്തകം. 32 നോക്കുക. വിച്ച് ട്രാൻസ്ലേഷൻ വർക്ക് വാസ് പബ്ലിഷ്ഡ് ബൈ A.R. രാജവർമ്മ ഇൻ 1895 വിത്തൗട്ട് യൂസിങ് എനി ദ്വിത്യാക്ഷര പ്രസരം?
പ്രാസം. ദ്വിത്യാക്ഷര പ്രാസം എന്ന് പറയുന്നത് ഓരോ പദ്യത്തിൽ ഓരോ വരിയിലെയും രണ്ടാമത്തെ പദം റിപ്പീറ്റായിട്ട് വരുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ദ്വിത്യാക്ഷര പ്രാസം എന്ന് പറയുന്നത്. ഇതിൽ കേശവീയം എന്ന് പറയുന്നത് സി കേശവൻ പിള്ളை എഴുതിയ ബുക്കാണ്. അദ്ദേഹത്തിൻ്റെ മഹാകാവ്യമാണ് ഇത്. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്നത് എ ആർ രാജരാജവർമ്മ അല്ല. ബാക്കി മൂന്നും എഴുതിയിരിക്കുന്നത് രാജരാജവർമ്മയാണ്. ആൻഡ് ഇത് ദ്വിത്യാക്ഷര പ്രാസം ഉപയോഗിക്കാതെ എഴുതിയിരിക്കുന്ന ബുക്ക് മേഘദൂതം ആണ്. സോ ഡി ആണ് ആൻസർ. 33. The largest mural painting ever seen in Kerala is reputed to be in കൃഷ്ണപുരം പാലസ്. കൃഷ്ണപുരം പാലസ് വരുന്നത് കായംകുളത്തിന് ഏകദേശം അടുത്തായിട്ടാണ് ഇത് കൃഷ്ണപുരം പാലസ് വരുന്നത്. ആൻഡ് അതാണ് ലാർജസ്റ്റ് മ്യൂറൽ പെയിൻറ്റിങ് വിച്ച് ഇസ് സീൻ ഇൻ കേരള എന്ന് പറയുന്നത്. അതിൻ്റെ സബ്ജക്റ്റ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗജേന്ദ്രമോക്ഷമാണ് അതിൻ്റെ ഒരു സബ്ജക്റ്റ്. കഥ പറഞ്ഞിരിക്കുന്നത് ഗജേന്ദ്രമോക്ഷം കഥയാണ്. അതായത് വിഷ്ണു ഭഗവാൻ ഗണപതിനെ ക്രോക്കഡൈലിൽ നിന്ന് സേവ് ചെയ്യുന്ന ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് രൂപേണയാണ് അത് പറയുന്നത്. അതാണ് ഇതിൽ ഡിപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത്, ഈ മ്യൂറൽ പെയിൻറ്റിങ്ങിൽ ഡിപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത്. സോ 33യുടെ ആൻസർ സി ആണ്. 34. Who is the Malayalam poet who initiated the establishment of കേരള കലാമണ്ഡലം? കേരള കലാമണ്ഡലം 1930 സ്റ്റാർട്ട് ചെയ്തത്. തൃശ്ശൂരിലാണ് അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അത് സ്റ്റാർട്ട് ചെയ്ത വ്യക്തി എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് വള്ളത്തോളാണ്. സോ 34ൻ്റെ ആൻസർ ഡി വള്ളത്തോൾ. 35. Match the following based on authors and works. ഇതിൽ ഓടക്കുഴലുണ്ട്, രണ്ടാം മൂഴം, ദേശത്തിൻ്റെ കഥ, കയർ. ഇതെല്ലാം വളരെ പ്രസിദ്ധമായ ബുക്കുകളാണ്. സോ ആകെ ഒരു ദേശത്തിൻ്റെ കഥ എസ്.കെ. പൊറ്റക്കാടാണ് എന്ന് മാത്രമേ അറിയൂ എങ്കിൽ പോലും നിങ്ങൾക്ക് ആൻസറിൽ എത്താൻ വേണ്ടിയിട്ട് പറ്റും. ബാക്കി അറിഞ്ഞിരിക്കേണ്ട പുസ്തകങ്ങളാണ്. അറിഞ്ഞില്ല എന്നുള്ളവരെന്നെ അറിയാമെങ്കിൽ പോലും ഉത്തരത്തിലെത്താൻ പറ്റും. ഓടക്കുഴൽ ആരുടെ? ജി ശങ്കരക്കുറുപ്പിൻ്റെയാണ്. രണ്ടാം മൂഴം ബുക്ക് MTയുടെ ബുക്കാണ്. കയർ എന്ന് പറയുന്ന ബുക്ക് തകഴിയുടെ ബുക്കാണ്. ഖസാക്കിൻ്റെ ഇതിഹാസമാണ് ആരുടെ ബുക്ക്? OV വിജയൻ്റെ പുസ്തകമായിട്ട് നമ്മൾ പറയുന്നത്. സോ 35ൻ്റെ ആൻസർ ബി ആണ്. 36 നോക്കുക. ഫസ്റ്റ് ന്യൂസ് പേപ്പർ ഇൻ മലയാളം വാസ് ബോൺ ഇൻ ദി മന്ത് ഓഫ് ജൂൺ 1847. ഓക്കെ, ഐഡൻറ്റിഫൈ ദി നെയിം ഓഫ് ദി ന്യൂസ് പേപ്പർ. രാജ്യസമാചാരം ആണ് ഉത്തരം. പശ്ചിമോദയം ആയാലും പശ്ചിമ താരകയായാലും ജ്ഞാന നിക്ഷേപമായാലും ഒക്കെ പിന്നീട് വന്ന ന്യൂസ് പേപ്പറുകളാണ്. അതിൽ പശ്ചിമോദയം എന്ന് പറയുന്ന ബുക്കല്ല ന്യൂസ് പേപ്പറും 1847 തന്നെയാണ് വന്നത്. പക്ഷേ അത് സെക്കൻഡ് ന്യൂസ് പേപ്പറാണ് മലയാളത്തിലുള്ള. ആൻഡ് ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് ഇൻ 1847 ഒക്ടോബർ ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പശ്ചിമ താരക എന്ന് പറയുന്നത് വെസ്റ്റേൺ സ്റ്റാർ എന്നതിൻ്റെ മലയാളമാണ്. വെസ്റ്റേൺ സ്റ്റാർ എന്ന് പറയുന്നതാണ് ഇംഗ്ലീഷിലെ ആദ്യത്തെ ന്യൂസ് പേപ്പർ വിച്ച് വാസ് പബ്ലിഷ്ഡ് ഇൻ കേരള. അതാണ് ഏത്? സി എന്ന് പറയുന്നത്. പിന്നെ ജ്ഞാന നിക്ഷേപം അത് പിന്നീട് വന്നൊരു ന്യൂസ് പേപ്പറാണ്. സോ ഉത്തരം വരുന്നത് ജേർണലാണ്. സോ 36ൻ്റെ ആൻസർ ഇസ് എ. 37 എന്ന് പറഞ്ഞാൽ വിച്ച് ചവിട്ടു നാടകം ഇസ് നോൺ ആസ് ദി ഫസ്റ്റ് ചവിട്ടു നാടകം പെർഫോംഡ് ഇൻ കേരള? ആൻഡ് ആൻസർ സി ആണ്. കാൾമാൻസ് ചരിത്രമാണ് ഇതിൻ്റെ ഉത്തരം. സോ 37ൻ്റെ ആൻസർ സി. 38. ഇൻ വിച്ച് സ്പോർട്ട് ഇസ് ദ ടേം ബോഗി യൂസ്ഡ്? ഗോൾഫിലാണ് ബോഗി എന്ന ടേം യൂസ് ചെയ്യുന്നത്. സോ 38 ആൻസർ ഇസ് എ. 39. Who was the coach of the Indian men's hockey team during the Tokyo 2020 Olympics? ഉത്തരം ബി ആണ്. ഗ്രഹാം റീഡ് ആണ് ഉത്തരം. 39 ആൻസർ ഇസ് ബി. 40. Which city will host the 2028 Summer Olympics? സി ആണ് ആൻസർ. ലോസ് ആഞ്ചൽസ് ആണ് ആൻസർ. 41. Which memory unit is the fastest and closest to the CPU in the memory hierarchy? ഇത് ഭയങ്കര റിപ്പീറ്റായിട്ട് വരുന്ന ഒരു ചോദ്യമാണ് PSCയുടെ. സോ 41 ആൻസർ ഇസ് A. Cache memory, which is the fastest memory unit. So 41 is A. Cache memory. Which of the following is an open source operating system? Answer വരുന്ന B ആണ്. Linux ആണ് answer. 43. Which transmission medium is the most suitable for long distance and high bandwidth network communication? Optical fiber ആണ് എൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. So 43 answer is C. 44. Which of the following is the primary function of World Wide Web? എന്താണ്? എ ആണ് ആൻസർ. അസസിങ് മൾട്ടിമീഡിയ കണ്ടന്റ് ആൻഡ് ഡോക്യുമെന്റ് യൂസിങ് ഹൈപ്പർലിങ്ക്. ഹൈപ്പർലിങ്ക് യൂസ് ചെയ്ത് പല പല വെബ് പേജസ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതാണ് എന്തിൻ്റെ മെയിൻ ഫംഗ്ഷനായിട്ട് നമ്മൾ പറയുന്നത്? വേൾഡ് വൈഡ് വെബിൻ്റെ മെയിൻ ഫംഗ്ഷനായിട്ട് പറയുന്നത്. സോ എ ആണ് ആൻസർ. വിച്ച് സെക്ഷൻ ഓഫ് ദി IT Act 2000 ഡീൽ വിത്ത് ദി പണിഷ്മെൻറ്റ് ഫോർ പബ്ലിഷിംഗ് ഓർ ട്രാൻസ്മിറ്റിംഗ് ഒബ്സീൻ മെറ്റീരിയൽ ഇൻ ഇലക്ട്രോണിക് ഫോം? 66 ആണോ 67 ആണോ എന്ന് ഡൗട്ട് വരും. പക്ഷേ ആൻസർ 45C ആണ്. സെക്ഷൻ 67 ആണ് എന്തിനെക്കുറിച്ച് പറയുന്നത്? ഇറ്റ് ഡീൽ വിത്ത് ദി പണിഷ്മെൻറ്റ് ഫോർ പബ്ലിഷിംഗ് ഓർ ട്രാൻസ്മിറ്റിംഗ് ഒബ്സീൻ മെറ്റീരിയൽ ഇൻ ഇലക്ട്രോണിക് ഫോം. സോ 45 ആൻസർ ഇസ് സി. സെക്ഷൻ 67. 46 മോൺട്രിയൽ പ്രോട്ടോക്കോൾ ആണ്.
മോൺട്രിയൽ പ്രോട്ടോക്കോളിൽ പ്രൊവിഷണൽ ആൻസർ കീ വെച്ചിട്ട് പറഞ്ഞിരിക്കുന്നത് ഡി ആണ്, ഓൾ ഓഫ് ദി അബവ്. ഇവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ 1ഉം 2ഉം 3ഉം നമുക്ക് ഇവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ അതേ സ്റ്റേറ്റ്മെൻറ്റ് കോപ്പി പേസ്റ്റ് ആണ്. പക്ഷേ SCERT-യിൽ പറഞ്ഞിട്ടുള്ളത് ആദ്യത്തെ 2 സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ അങ്ങനെ പറയുന്നുണ്ട്. എനിവേ ബാക്കി 3 സ്റ്റേറ്റ്മെൻറ്റും ഡയറക്റ്റ്ലി കോപ്പി പേസ്റ്റഡ് ചെയ്തിരിക്കുന്നതാണ്. An agreement for the conservation of the ozone layer by phasing out the production of ozone depleting substance, correct ആണ്. An agreement for the conservation of the ozone layer by reducing the consumption of ozone depleting substance, അതും കറക്റ്റ് ആണ്. It was signed in 1987. So 46ൻ്റെ ആൻസർ all of the above D ആണ്. 47 എന്ന് പറയുന്നത് മീത്തേൻ ഹാസ് എ ലോവർ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ദാൻ ദി ഫോളോയിങ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ഏതൊക്കെയാണ് ആ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം മീത്തേനെക്കാട്ടിലും മീത്തേൻ ഹാസ് ഹയർ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ദാൻ കാർബൺ ഡയോക്സൈഡ് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അതായത് കാർബൺ ഡയോക്സൈഡിനെക്കാട്ടിലും ഭയങ്കര ഹൈ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ഉള്ളതാണ് ഇത് മീത്തേൻ. അപ്പോൾ കാർബൺ ഡയോക്സൈഡ് ഇല്ല എന്ന് നമുക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ 3 വെട്ടാം. പിന്നെ ഏതാണെന്നുള്ളത് എടുക്കണം. സോ ക്ലോറോ കാർബണും വരും, നൈട്രസ് ഓക്സൈഡും വരും. 47ൻ്റെ ആൻസർ ബി ആണ്. ഇത് രണ്ടും മീത്തേനെക്കാട്ടിലും ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ കുറവാണ്. 48 ഇൻസിറ്റു ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ മെത്തേഡ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. സൂ നമുക്കറിയാം അതൊരു എക്സിറ്റു ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ മെത്തേഡാണ്. അപ്പോൾ സൂ നമുക്ക് വെട്ടാം. സെക്കൻഡിൽ ആൻഡ് ആണ് കിടക്കുന്നത്. സോ രണ്ടും ശരിയാക്കണം. സൂ തെറ്റായതുകൊണ്ട് തന്നെ ജീൻ ബാങ്ക്സ് തെറ്റാണ്. എനിവേ സൂ തെറ്റാണെന്ന് അറിയാമെങ്കിൽ 1ഉം 2ഉം നമുക്ക് വെട്ടാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ സിയിലും ഡിയിലും വരും. സി അതായത് നാഷണൽ പാർക്ക് ആൻഡ് ബയോസ്ഫിയർ റിസർവ്സ് ഉണ്ടെന്ന് ഉറപ്പായി. അതുപോലെ വൈൽഡ് ലൈഫ് സാങ്ച്വറീസും ഉണ്ട്. നമ്മൾ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പഠിക്കുമ്പോൾ ഇതെല്ലാം പഠിക്കുന്ന കാര്യങ്ങളാണ്. സോ 48ൻ്റെ ആൻസർ സി ആണ്. 3 and 4. 49 ദ ഗ്രേറ്റ് പസഫിക് ഗാർബേജ് ബാഗ് ഇസ് മെയിൻലി കമ്പോസ്ഡ് ഓഫ്. ഏതാണ് ഇതിൽ 4 ഏതാണ് ഈ ഗ്രേറ്റ് പസഫിക് ഗാർബേജ് ബാഗ് എന്ന് പറയുന്നത്? അത് ഉത്തരം വരുന്നത് സെക്കൻഡാണ്. അതായത് പ്ലാസ്റ്റിക്സ് ആൻഡ് മൈക്രോ പ്ലാസ്റ്റിക്സ് ആണ് മെയിൻലി കമ്പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ 49 ആൻസർ ഈസ് എ. ഇതാണ് അവിടെ എന്താണ് ഈ പസഫിക് ഗാർബേജ് പാച്ചിൽ കൂടുതലായിട്ട് അടിഞ്ഞു കൂടുന്ന സാധനം. പ്ലാസ്റ്റിക് മൈക്രോ പ്ലാസ്റ്റിക്കിൻ്റെയും കളക്ഷനാണ് അവിടെ നടക്കുന്നത്. യൂട്രോഫിക്കേഷൻ ഇസ് കോസ്ഡ് ബൈ ദി എക്സസീവ് ഇൻപുട്ട് ഓഫ് ഏതാണ്? ഫോസ്ഫറസും നൈട്രജനുമാണ് യൂട്രോഫിക്കേഷൻ്റെ റീസൺ ആയിട്ട് പറയുന്നത്. സോ എന്താ ന്യൂട്രിയൻ കണ്ടൻറ്റ് എൻറിച്ച്മെൻറ്റ് കൂടുമ്പോഴാണ് എന്ത് നടക്കുന്നത്? യൂട്രോഫിക്കേഷൻ നടക്കുന്നത്. ആൻഡ് 50th ആൻസർ ഈസ് പി. സോ 1 and 2 phosphorus and nitrogen. Next 51 max mental ability simple arithmetic area ആണ്. 51 question, if x minus 4 x minus 2 and x are prime then x plus 2 is. അതായത് എക്സ് എന്ന് പറയുന്ന നമ്പർ വെച്ചിട്ട് നമ്മളാണ് ഈ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കുകയാണ് ചെയ്യേണ്ടത്. സോ ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താണ്? എക്സ് പ്രൈമാണ്. എക്സിൽ നിന്ന് 2 കുറയ്ക്കുന്നതും പ്രൈമാണ്. എക്സിൽ നിന്ന് 4 കുറയ്ക്കുന്നതും പ്രൈമാണ്. സോ നമ്മൾ പ്രൈം നമ്പേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 3 5 7 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുത്ത് നോക്കിയാൽ അതിൽ എക്സ് മൈനസ് 4 ആണ് ആദ്യ കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് എന്താണ് 3 എടുക്കേണ്ട കാര്യമില്ല. ദെൻ അത് കഴിഞ്ഞിട്ട് വരുന്ന 4 7 നമുക്ക് വരുന്നുണ്ട്. അപ്പം നമ്മൾ 7 എന്ന് പറയുന്ന കണ്ടീഷൻ ഒന്ന് എടുത്തിട്ട് നോക്കുക. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സ് മൈനസ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വരും. ദെൻ എക്സ് മൈനസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വരും. എക്സ് എന്ന് പറയുന്നത് 7 ആണ്. ദെൻ എക്സ് പ്ലസ് 2 എന്ന് പറയുന്നത് എന്തായിരിക്കുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ എക്സ് പ്ലസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? 9 വരും. അപ്പോൾ നമുക്ക് ആ ഒരു കണ്ടീഷനകത്ത് ഇത് 3ഉം പ്രൈം തന്നെയാണ് വന്നിട്ടുള്ളത്. അങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ് പ്ലസ് 2 9 ആണെന്നുണ്ടെങ്കിൽ താഴെ പറയുന്നതിൽ ഇഫ് ഇറ്റ് ഈസ് എ പ്രൈം അല്ല എ കോമ്പോസിറ്റ് വിച്ച് ഈസ് എ സ്ക്വയർ ഓഫ് ആൻ ഇൻറ്റിജർ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടല്ലോ. ഇറ്റ്സ് എ കോമ്പോസിറ്റ് നമ്പർ ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ എ സ്ക്വയർ ഓഫ് പ്രൈം എന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്ന് സ്ക്വയർ ഓഫ് ആൻ ഇൻറ്റിജർ എന്നും പറയാൻ പറ്റുന്നുണ്ട്. സോ ഓപ്ഷൻ ബി അതാണ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇഫ് increasing 10 by x percentage gives the same value as decreasing 30 by x percentage. അതായത് നമ്മൾ സെയിം എമൗണ്ട് ഓഫ് പെർസെൻറ്റേജ് ഈ 2 വാല്യൂവിൽ നിന്നും കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു? നമുക്ക് കിട്ടുന്ന ഉത്തരവും സെയിം ആണെന്നുള്ളതാണ്. അതായത് 10നോടൊപ്പം എക്സ് പെർസെൻറ്റേജ് അതിൻ്റെ എക്സ് പെർസെൻറ്റേജ് ആഡ് ചെയ്യുന്നു, 30ൽ നിന്നും അതിൻ്റെ എക്സ് പെർസെൻറ്റേജ് കുറയ്ക്കുകയും ചെയ്യുന്നു. 2 വാല്യൂം എന്താണ്? ഈക്വൽ ആണെന്നാണ് പറയുന്നത്. അപ്പം 10നോടൊപ്പം എന്ത് ചെയ്യുന്നുണ്ട്? കൂട്ടുന്നുണ്ട്. ദെൻ 30ൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്? 10% കുറയ്ക്കുന്നുണ്ട്. അപ്പം നമുക്കിവിടെ വാല്യൂസ് ഒന്ന് ഇട്ട് നോക്കാം. ഓക്കെ, സോ ആദ്യം നമുക്ക് 10% ആണോ നോക്കാം. 10നോടൊപ്പം 10% കൂട്ടുന്നു 11ഉം ഇവിടെ എന്താണ് 27ഉം. അത് എന്താണ് 10% തന്നെ എന്താണ് ചെറിയൊരു വാല്യൂ ആണ്. 10നോടൊപ്പം 1 കൂടുന്നുള്ളൂ. 30ൽ നിന്നും അത്രയും കുറയത്തില്ല. അപ്പോൾ ചെറിയ വാല്യൂസിൽ എന്തായാലും എന്താണ് ഇത് സാറ്റിസ്ഫൈ ആവത്തില്ല എന്ന് ഫസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും. നമ്മൾ വലിയ വാല്യൂസിലേക്ക് പോവുക. നേരെ 50ലേക്ക് തന്നെ വേണമെങ്കിൽ ചാടാൻ പറ്റും, അല്ലെങ്കിൽ ഓരോന്നും ചെയ്ത് നോക്കാൻ പറ്റും. പക്ഷേ ഈ ആദ്യത്തെ ഓപ്ഷൻ ഇട്ട് കൊടുത്തപ്പോൾ തന്നെ
10നോടൊപ്പം അതിൻ്റെ 10% എന്നാൽ 1 കൂടുന്നുള്ളൂ, 30-ൽ നിന്നും അത്രയും കുറയേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഹയർ വാല്യൂസ് ആയിരിക്കും എന്നുള്ളത് ആദ്യത്തെ ഓപ്ഷനിൽ നിന്ന് നമുക്ക് കിട്ടണം. 50% ഒന്ന് നോക്കിയാലോ, 10നോടൊപ്പം 5 ആണ് ആഡ് ചെയ്യുന്നത്, 10ൻ്റെ 50% എന്ന് പറഞ്ഞാൽ 15 വരുന്നു. 30-ൽ നിന്നും 50% കുറയ്ക്കുന്നു എന്നാണ് പറയുന്നത്. സോ 30-യുടെ 50% എന്ന് പറഞ്ഞാൽ 15 ആണ്. 15 കുറയ്ക്കുമ്പോൾ നമുക്ക് 15 തന്നെ വരുന്നുണ്ട്. സോ ഇതായിരിക്കും അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 50. നമുക്ക് ഇക്വേഷൻ എഴുതിയിട്ട് ചെയ്യാൻ പറ്റും. അതായത് 10 + 100 + 10, അതായത് 110% ആണ് നമ്മൾ കൂട്ടുന്നത് ബൈ 100. അപ്പോൾ 110% എഴുതുക. 30-യുടെ അതേപോലെ തന്നെ മൈനസും ചെയ്ത് എഴുതുക. അങ്ങനെ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് വരാൻ പറ്റും. പക്ഷേ ഓപ്ഷൻസ് ഇട്ട് നോക്കുന്നതാണ് എളുപ്പമെന്ന് പറയുന്നത്. അതിൽ തന്നെ ആദ്യത്തെ ഓപ്ഷൻ, ഇപ്പം ABCD 4 ഓപ്ഷൻ ഇട്ട് നോക്കിയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു റൂളിലോട്ടൊന്നും പോകരുത്. ഫസ്റ്റ് ഓപ്ഷൻ ഇടുമ്പോഴേ തന്നെ 10-ൽ നിന്നും 1 അല്ലെങ്കിൽ 10, 20, 30, 40% ആണെങ്കിൽ പോലും എന്താണ് 1, 2, 3, 4 എന്ന് പറയുന്ന ആ വാല്യൂസാണ് കൂടുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ 30-ൽ നിന്നും കുറയണം, ഒരുപാട് വാല്യൂ കുറയാനുണ്ട്. അപ്പോൾ 30-ൽ നിന്നും ഒരുപാട് കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 30-യുടെ എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും നല്ലൊരു പെർസെൻറ്റേജ്, മിനിമം 50% നിന്ന് തുടങ്ങുക എന്നുള്ളൊരർത്ഥം വരുന്നുണ്ട് അതിന്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഹയർ വാല്യൂ തന്നെ ആദ്യം ഒന്ന് ഇട്ട് നോക്കുക. അപ്പം ലോവർ വാല്യൂ ആദ്യം സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, ഹയർ വാല്യൂ ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ആ ഒരു ലോജിക്ക് ഉണ്ടായിരിക്കണം മനസ്സിൽ ചെയ്ത് നോക്കുമ്പോൾ. നെക്സ്റ്റ്, the diameter of a wheel of a car is 77 centimeter. Then how much distance will the car move during 1000 revolutions of a wheel in meters? അപ്പോൾ നമുക്ക് ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഈ ഡയമീറ്റർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, 1000 റെവല്യൂഷനിൽ ഈ വീൽ എത്രത്തോളം മൂവ് ചെയ്യുന്നുണ്ടെന്ന് കണ്ടുപിടിക്കാനാണ്. അപ്പം നമുക്ക് എന്താണ്, ഇതിൻ്റെ പെരിമീറ്റർ എടുക്കുക, ആ പെരിമീറ്ററിൽ നിന്നും എന്ത് ചെയ്യുക, മീൻസ് സർക്കംഫറൻസ് എടുക്കുക, അതിൽ നിന്നും എന്ത് ചെയ്യുക, ആ സർക്കംഫറൻസ് 1000 തവണ അതിൻ്റെ എത്രത്തോളമാണ് ആ സർക്കംഫറൻസിൻ്റെ 1000 ടൈംസ് എന്ന് കണ്ടുപിടിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. സോ സർക്കംഫറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ πd ആണ്. πd എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, πd × 1000 ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരവാകും. πd എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22/7 × 77 × 100 എന്നുള്ളതാണ് ആ വാല്യൂ, 1000 എന്നുള്ളതാണ് ആ വാല്യൂ വരുന്നത്. സോ 11ഉം 22ഉം എത്രയാണ് വരുന്നത് എന്നുള്ളതാണ് 220ൻ്റെ കൂടെ. അപ്പോൾ 22 × 11 എന്നുള്ളത് നിങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, 22 × 11 എന്നുള്ളത് ഒന്നുകിൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിലേക്ക് വരേണ്ട കാൽക്കുലേഷനാണ് പറഞ്ഞു തരുന്നത്. ഒന്നുകിൽ നിങ്ങൾക്ക് എന്താണ് 22 എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും, 242 എന്നുള്ളത് 242. ഇനി മനസ്സിലാണ് ചെയ്യേണ്ടതെന്നുള്ളതെങ്കിൽ 22 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × 11 × 11 ആണ്. സോ 121 × 2 ആണ് 242. അങ്ങനെ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് വരാൻ പറ്റും. മീൻസ് ലൈക്ക് അതിൻ്റെ കാൽക്കുലേഷൻ പെട്ടെന്ന് എളുപ്പമാക്കാൻ പറ്റും. സോ 242 ദെൻ എന്താണ് 0യും കൂടെ വരുന്നുണ്ട്. അതാണ് എന്തെന്ന് പറയുന്നത്, ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് സെൻറ്റിമീറ്ററിലാണ് പറഞ്ഞിട്ടുള്ളത്. സെൻറ്റിമീറ്ററിൽ നിന്ന് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴേക്കും എന്താണ് 2 0 കളഞ്ഞാൽ മതി. സോ 2420 എന്ന് പറയുന്നതാണ് എൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, 2420. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a sum was put at a simple interest at a rate of 5 years. If it was put at 2% higher the rate, the amount that could have earned additionally is 5,000. ഇത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റിൽ നമ്മൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഒരു സമ്മം എടുക്കുക എന്നുള്ളൊരു രീതിയെ വരത്തുള്ളൂ. അപ്പോൾ 5 വർഷത്തേക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് ഒരു എമൗണ്ട് കിട്ടും. അതിനേക്കാളും 2% ഹയർ ആയിരുന്നു എന്നുണ്ടെങ്കിൽ, സോ ടോട്ടൽ 1 ഇയറിൽ 10% എന്നുള്ള കണക്കിൽ നമ്മൾ എടുത്താൽ മതി. സോ ടോട്ടൽ 1 ഇയറിൽ 10% ആയിരുന്നു. ആ 10% എക്സ്ട്രാ കിട്ടിയതിന്, ആ എക്സ്ട്രാ കിട്ടുന്ന എമൗണ്ടിന് ഇവിടെ എത്രയായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, 5,000 ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 100% എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. 100% എന്ന് പറയുന്നത് 50,000 ആണ്. ഓക്കെ, 50,000 ആയിരിക്കും അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. 5 വർഷവും 2% വെച്ച് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വർഷം 10% എക്സ്ട്രാ ആയിരുന്നു എന്നുള്ളതാണ്. ആ എക്സ്ട്രാ എന്ന് പറയുന്ന എമൗണ്ട് ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്, 5,000 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉത്തരം എന്താണ് 10% എന്ന് പറയുന്നത് 5,000 ആണ്. നമുക്ക് ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 100% ആണ്. അതെന്ന് പറയുന്നത് 50,000 ആയിരിക്കും. നൗ the ratio of 3 numbers is 3, 4, 5. If the sum of the numbers is 60, then find the sum of the squares of the numbers. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് 3, 4, 5 റേഷ്യോ തന്നിട്ടുണ്ട് ആൻഡ് സമ്മും തന്നിട്ടുണ്ട്. അപ്പോൾ 3x + 4x + 5x. സോ 5 + 4 9, 12. 12x = 60 ആണെന്നാണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ x എന്ന് പറയുന്നത് എത്രയാണ്, 5 ആണ്. ദെൻ ഫൈൻഡ് ദ സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ദ നമ്പേഴ്സ്. അപ്പം ഈ നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും നമുക്ക് വരുന്നത്, 15, 20, 25. അപ്പോൾ ഇതിൻ്റെ സ്ക്വയറുകളുടെ നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത്. സോ 225, 400, 625. സോ 6 4 10,000, 1200, 1250. ഓക്കെ, 1250. ഇപ്പോൾ ഓരോന്നും ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട. 600, 400, 1000, 1200, പിന്നെ 25, 25, 50, 1250. ഓക്കെ, 55 ആൻസർ. Then 5 men complete a work in 3 days and 3 boys can complete a work in 5 days. Find the time taken to complete the work by 4 men and 2 boys. So 5 മെന്നിൻ്റെ 3 days കൊണ്ട് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു. ദെൻ 3 ബോയ്സ് എന്ന് പറയുന്നത് 5 days കൊണ്ട് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു.
സോ നമുക്കിതിനകത്ത് നിന്ന് ഇവരുടെ 1 ഡേ വർക്ക് എത്രയാണെന്ന് നോക്കാം. 5 മെന്നിന് 3 ഡേ ആണെങ്കിൽ 1 മെന്നിന് എത്രയായിരിക്കും? 15 ഡേയ്സ് ആയിരിക്കും വരുന്നത്. സോ 1 മെന്നിന് 15 ഡേയ്സ് ആയിരിക്കും വരുന്നത്. അതേപോലെ തന്നെ എന്താണ് 1 ബോയ്ക്ക് ഇതേപോലെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും 15 ഡേയ്സ് ആയിരിക്കും വരുന്നത്. സോ ഒരു ദിവസം ഇവരെന്താണ് 1/15 വർക്ക് ചെയ്ത് തീർക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, സോ 1 മെന്നിന് 15 ഡേയ്സ് എടുക്കുന്നു, 1 ബോയ്ക്ക് 15 ഡേയ്സ് എടുക്കുന്നു. അപ്പോൾ ഇവരുടെ വർക്കിൻ്റെ റേറ്റും സെയിം ആണ് അല്ലേ? ഒരു മെൻ 15 ഡേയ്സ് കൊണ്ടാണ് ഒരു വർക്ക് തീർക്കുന്നത്, ഒരു ബോയും 15 ഡേയ്സ് കൊണ്ടാണ് ഒരു വർക്ക് തീർക്കുന്നത്. സോ ഇവിടെ നമ്മൾ ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? 4 മെൻ പ്ലസ് 2 ബോയ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരുടെ രണ്ടുപേരുടെയും വർക്ക് റേറ്റ് സെയിം ആയതുകൊണ്ട് മെന്നിനെ ബോയ് കൊണ്ട് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാലും കാര്യമായി വർക്കിൽ വ്യത്യാസമൊന്നും വരുന്നില്ല, സെയിം വർക്ക് റേറ്റ് ആണ്. സോ 4 മെൻ പ്ലസ് 2 ബോയ് എന്ന് തന്നെ എടുക്കാം, 2 മെൻ എന്ന് തന്നെ എടുക്കാം. 4 മെൻ പ്ലസ് 2 മെൻ, സോ 6 മെൻ കംപ്ലീറ്റ് ചെയ്യുന്നത് എത്ര സമയം കൊണ്ടായിരിക്കും എന്നാണ്. 1 മെൻ 15 ഡേയ്സ് കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 6 മെൻ എന്ന് പറയുന്നത് എത്ര ദിവസം കൊണ്ടായിരിക്കും കംപ്ലീറ്റ് ചെയ്യുന്നത്? 15/6 നമ്പർ ഓഫ് ഡേയ്സ് കൊണ്ടായിരിക്കും കംപ്ലീറ്റ് ചെയ്യുന്നത്. സിമ്പിൾ ലോജിക് അപ്ലൈ ചെയ്യുകയാണെന്നുള്ളത്. സോ ആൻസർ എത്രയായിരിക്കും വരുന്നത്? 5/2 വിച്ച് ഈസ് 2.5 ഡേയ്സ് കൊണ്ടായിരിക്കും ഇവരിത് കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ 2.5 ഇതിനകത്തില്ല, സോ ഇറ്റ് വിൽ ബി എ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ. ഇത് ഡിലീറ്റ് ചെയ്യാനായിരിക്കും സാധ്യത. ഓക്കെ, സോ ഒന്നുകൂടെ പറഞ്ഞു തരാം. നമ്മൾ 5 മെന്നിന് 3 ഡേയ്സ് എടുക്കുന്നു, 3 ബോയ്സിന് 5 ഡേയ്സ് എടുക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈച്ച് മെൻ ആൻഡ് ഈച്ച് ബോയ് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 15 ഡേയ്സ് കൊണ്ടായിരിക്കും രണ്ടുപേരും വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഇവരുടെ രണ്ടുപേരുടെയും എഫിഷ്യൻസി സെയിം ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ എഫിഷ്യൻസി സെയിം ആയതുകൊണ്ട് തന്നെ മെന്നിന് പകരം ബോയിയെ വിളിച്ച് കഴിഞ്ഞാലും വർക്ക് ഒരേപോലെ ആയിരിക്കും തീരുന്നത്. സോ 4 മെൻ പ്ലസ് 2 ബോയ് എന്നുള്ളതിന് പകരം നമ്മൾ എന്താണ് 4 മെൻ പ്ലസ് 2 മെൻ എന്നെടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ 4 ബോയ് പ്ലസ് 2 ബോയ് എന്നുള്ള രീതിയിൽ ഇവിടെ ഇക്വേഷനിൽ ചേഞ്ച് കൊണ്ടുവരാം. മെന്നിന് പകരം ബോയിയോ ബോയ്ക്ക് പകരം മെന്നിനെയോ റീപ്ലേസ് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 6 മെൻ എത്ര സമയം കൊണ്ട് തീരുന്നു എന്നുള്ളതാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഒരു മെൻ 15 ദിവസം കൊണ്ടാണ് തീരുന്നതെന്നുണ്ടെങ്കിൽ 6 മെൻ വന്നു കഴിഞ്ഞാൽ എന്താണ് ആ വർക്കിനെ 15/6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര ദിവസം കൊണ്ട് തീരുമെന്നുള്ളതാണ്. 15/6 എന്ന് പറഞ്ഞാൽ 5/2 വിച്ച് ഈസ് 2.5 ഡേയ്സ് എന്നുള്ളതാണ്. ആൻസർ അല്ല, ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 57. ദ ഏരിയ ഓഫ് എ സർക്കിൾ വിത്ത് പെരിമീറ്റർ ഈക്വൽസ് ടു 39.6 ഈസ് ഈക്വൽ ടു ദ ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ. സോ പെരിമീറ്റർ തന്നിട്ടുണ്ട്, പിന്നെ ഒരു കണ്ടീഷൻ കൂടെ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കിളിൻ്റെ ഏരിയ ഈസ് ഈക്വൽ ടു എന്താണ് റെക്ടാങ്കിളിൻ്റെ ഏരിയ ആണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുള്ളത് ബ്രെഡ്ത്ത് കണ്ടുപിടിക്കുക, ഇതിൻ്റെ ലെങ്ത് തന്നിട്ടുമുണ്ടെന്നുള്ളതാണ്. സോ ഏരിയ ബൈ ലെങ്ത് ചെയ്ത് കഴിഞ്ഞാൽ ബ്രെഡ്ത്ത് കിട്ടും. ഇവിടെ ഏരിയ ഈക്വൽ ആയതുകൊണ്ട് തന്നെ എന്താണ് πr² എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിക്കുക, അതിനെ ഈ തന്നിട്ടുള്ള ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഈ πr² കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ 6 തന്നിട്ടില്ല. R വാല്യൂ ഇവിടെ നിന്നാണ് സർക്കംഫറൻസിൽ നിന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ 2πr തന്നിട്ടുണ്ട്. 2πr ഈസ് ഈക്വൽ ടു എത്രയാണ് വരുന്നത്? 39.6 ആണ് വരുന്നത്. 2πr ഈസ് ഈക്വൽ ടു 39.6. അപ്പോൾ R വാല്യൂ എന്തായിരിക്കും? 39.6 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 22 ഡിവൈഡഡ് ബൈ 7. മുകളിൽ എഴുതാം 22 ഡിവൈഡഡ് ബൈ 7. സോ 396 എന്നുള്ള രീതിയിൽ എടുക്കുക. അപ്പം 396ൻ്റെ പകുതി എത്രയായിരിക്കും? 198. ഈ 198നെ 22 കൊണ്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. 22 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 220 ആണ്. 220ൽ നിന്നും 22 കുറച്ചാൽ 198 വരും. അപ്പോൾ 9 ടൈംസ് 0.9 ആയിരിക്കും. ഓക്കെ, നേരത്തെ ഡെസിമൽ ഉള്ളതുകൊണ്ട്. സോ 9 ഇൻറ്റു 7 6.3 ആണ് എന്തെന്ന് പറയുന്നത് R വാല്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ട ബ്രെഡ്ത്ത് ആണ്. ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? πr². പൈ എന്ന് പറഞ്ഞാൽ 22 ഡിവൈഡഡ് ബൈ 7 ഇൻറ്റു 6.3 ഇൻറ്റു 6.3 ഡിവൈഡഡ് ബൈ 2772. അപ്പോൾ മുകളിലും താഴെയും 2 ഡെസിമൽ പോയിന്റ് ഉള്ളതുകൊണ്ട് നമുക്ക് എന്താണ് അതിനെ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഇനി 2772 എന്ന് പറയുന്നത് എന്തിൻ്റെ മൾട്ടിപ്പിളാണ്? 7 + 2 9, 7 + 2 9, 9 + 9 18. 9 കൊണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. സോ ആദ്യം ഈ 7ഉം 63യും കൂടെ 9 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. സോ ഈ 9 നമുക്ക് എന്താണ് 308. ഓക്കെ, 72നെ ക്യാൻസൽ ചെയ്താൽ 308 എന്ന് പറയും. അപ്പോൾ ഇതാണ് വാല്യൂ. ഇനി ഈ 22നെ 308 കൊണ്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റും എന്നുള്ളത്. 1 × 22 ദെൻ റിമൈനിങ് 88 വരും. 88 × 4 88. 22 × 4 ആണ് 88 എന്ന് പറയുന്നത്. അത് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. സോ 63/14 ആണ്. 63 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 × 7 ഇതെന്ന് പറയുന്നത് 2 × 7 അതും ക്യാൻസൽ ചെയ്യാൻ പറ്റും. 9/2 ആണ് ആൻസർ എന്ന് പറയുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു 4.5. അത് ആൻസറിലുണ്ട് 4.5. സോ എളുപ്പമുള്ളത് തമ്മിൽ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉത്തരത്തിലേക്ക് വരാൻ പറ്റും. അപ്പോൾ ക്വസ്റ്റ്യനിൽ നിന്ന് ഒരുപാട് കാര്യങ്ങളൊന്നും എഴുതി വെക്കാൻ നിൽക്കരുത്. ഇത് തന്നിട്ടുള്ളത് ഏരിയ, സോ ഏരിയ ബൈ ലെങ്ത് ആയിരിക്കണമെന്നറിയാം. ആ ഏരിയ ബൈ ലെങ്ത് ആദ്യമേ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് R വാല്യൂ കണ്ടുപിടിക്കുക. ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നവയൊക്കെ തമ്മിൽ ക്യാൻസൽ ചെയ്യുക. ഡെസിമൽ വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഡെസിമലിനെ ഒഴിച്ച് നിർത്തിയിട്ട് ചെയ്യുക. ദെൻ ഡെസിമൽ പോയിന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക മാത്രം ചെയ്താൽ മതി. കുറച്ച് സമയം എടുക്കുന്നുണ്ട്, എന്നാലും റെഗുലറായിട്ട് പ്രാക്ടീസ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉത്തരത്തിലേക്ക് വരാൻ പറ്റും. എന്നാലും കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്.
നെക്സ്റ്റ് ഫൈൻഡ് ദ നമ്പർ വിച്ച് വൺ ഡിക്രീസ്ഡ് ബൈ 12% ബിക്കം 1760. അതായത് 12% കുറഞ്ഞാലുള്ള വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത് 1760 എന്ന് പറയുന്നത്. സോ 88% ആണ് എന്തെന്ന് പറയുന്നത് 1760. കാണുമ്പോൾ തന്നെ അറിയാം 88ൻ്റെ ഇരട്ടിയാണ് എന്തെന്ന് പറയുന്നത് 176 എന്ന് പറയുന്നത്. സോ 1% ഈസ് ഈക്വൽ ടു എത്രയാണ് വരുന്നത് 1760 ഡിവൈഡഡ് ബൈ 88. സോ 220 ആണ് വരുന്നത് 1%. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 100% എത്രയായിരിക്കും വരുന്നത് 2000 ആയിരിക്കും വരുന്നത്. ആൻസർ വളരെ എളുപ്പമുള്ളൊരു ചോദ്യമല്ലേ. Now, Thomas bought a furniture item for rupees 4,800. If he had spent 1200 for polishing the item before selling. അപ്പോൾ 4800 രൂപയോടൊപ്പം അയാൾക്ക് എന്ത് കൂടി ചിലവായിട്ടുണ്ട് 1200 രൂപ കൂടി ചിലവായിട്ടുണ്ട്. സോ ടോട്ടൽ എന്ന് പറയുന്നത് 6000 ആണ് എന്തെന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ് ആയിട്ട് വരുന്നത്. ഓക്കെ, സെപ്പറേറ്റ് സ്റ്റെപ്പായിട്ടൊന്നും എഴുതാൻ നിൽക്കരുത്. നമ്മൾ വാങ്ങിയതിനോടൊപ്പം നമ്മൾ എക്സ്ട്രാ എന്ത് കൂടി ചിലവാക്കുന്നുണ്ടോ അതും കൂടി ആകുമ്പോഴാണ് കോസ്റ്റ് പ്രൈസ് കംപ്ലീറ്റ് ആകുന്നത്. ദെൻ ഫൈൻഡ് ദ പ്രോഫിറ്റ് ഓർ ലോസ് പെർസെൻറ്റേജ് ഇഫ് ദ സെല്ലിംഗ് പ്രൈസ് ഈസ് 5400. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസിനേക്കാളും താഴെയാണ്, നഷ്ടത്തിനാണ് വിറ്റതെന്നുള്ളത് നമുക്കറിയാം. എത്രയാണ് 5400 എന്നുള്ളത്. ഇതുപോലെ എഴുതാനൊന്നും നിൽക്കേണ്ട എക്സാം ഹാളിൽ. അപ്പോൾ ഇതിൽ നിന്നും എന്താണ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് കൺഫർമേഷൻ ഉണ്ട്, ലോസ് ആയിരിക്കും എന്നുള്ളത്. ഇത് രണ്ടും അല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. സോ 1% ആണോ 5% ആണോ എന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇവിടുത്തെ ലോസ് എന്ന് പറയുന്നത് 600 രൂപയാണ്. ഈ 600 രൂപ എന്ന് പറയുന്നത് 6000ൻ്റെ കോസ്റ്റ് പ്രൈസിൻ്റെ എത്രയാണെന്നാണ് നമുക്ക് അറിയേണ്ടത്. ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പെർസെൻറ്റേജ് കിട്ടും. സോ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് വരുന്നത് 10% ആണ് വരുന്നത്. 10% ലോസ് ആയിരിക്കും. പക്ഷേ ഇവിടെ 10% ഇല്ല. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ എന്തായിരിക്കും ക്യാൻസൽ ക്വസ്റ്റ്യൻ ആയിരിക്കും, ഡിലീറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ്. നൗ നെക്സ്റ്റ് 625 raised to 0.16 into 625 raised to 0.9 ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുന്നത് എന്നുള്ളതാണ്. സോ 625 ഇത് തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റും. മുകളിലുള്ള തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 625 raised to 0.25 എന്ന് വരും. അപ്പം വിച്ച് ഈസ് ഈക്വൽ ടു 5 raised to 625 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും 5 raised to 4 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ 0.125 നമുക്ക് 1/4 എന്ന് എഴുതാൻ പറ്റും. സോ ഇത് നമുക്ക് ക്യാൻസൽ ഔട്ട് ആയിട്ട് 5 റിമൈനിങ് ആയിട്ട് വരും. സോ ആൻസർ ഈസ് എ. നൗ ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് ഓഫ് ദ ഗിവൺ ഡേറ്റ. റേഡിയം, ഓക്സിജൻ, ക്ലോറിൻ ആൻഡ് ഹൈഡ്രജൻ. അപ്പോൾ ഇവ മൂന്നും റേഡിയം റേഡിയോ ആക്റ്റീവ് ആണ്, റേഡിയോ ഒരു മെറ്റലാണ്. സോ ഇറ്റ് ഈസ് ദി ഓഡ് വൺ. Now if the sum of two numbers is 150 and their product is 45, then what is the sum of their reciprocal? സോ രണ്ട് നമ്പേഴ്സ് ഉണ്ട് എ ആൻഡ് ബി. അവയുടെ റെസിപ്രോക്കലിൻ്റെ സമ്മാണ് ചോദിച്ചിട്ടുള്ളത്. സോ 1/a + 1/b. ഇത് നിങ്ങൾക്ക് അറിയാമായിരുന്നുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാകത്തില്ല. 1/a + 1/b എന്താണ് വരുന്നത് 1/a + 1/b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a + b/ab ആണ്. a + b/ab. സോ ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് സം ഓഫ് ദി ടു നമ്പേഴ്സ് ഈസ് 150. സോ 150 സം ഓഫ് ദി ടു നമ്പേഴ്സ്, പ്രോഡക്റ്റ് ഈസ് 45 നമുക്ക് ക്വസ്റ്റ്യനിലുണ്ട്. സോ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്താൽ മതി. സോ 150/45 ആണ് ആൻസർ എന്ന് പറയുന്നത്. 150/45 എന്തായിരിക്കും 30/9 ആൻഡ് 10/3. സോ ആൻസർ ഉണ്ട് 10/3 ഉണ്ട്. ഓക്കെ, സോ ആൻസർ ഈസ് ഡി. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ അവർ ഹാൻഡ് ആൻഡ് മിനിറ്റ് ഹാൻഡ് ഓഫ് എ ക്ലോക്ക് when it is 12:20. സോ 12:20 സമയത്ത് ഈ പറയുന്ന ക്ലോക്കിലെ മിനിറ്റ് ഹാൻഡിൻ്റെയും അവർ ഹാൻഡിൻ്റെയും ഇടയിലുള്ള നമുക്ക് ഡിസ്റ്റൻസ് എത്രയാണ് അതിൻ്റെ ആംഗിൾ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ 30h - 11/2m ആണ് വരുന്നത്. സോ 12ൻ്റെ വാല്യൂസ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്തിരുന്നാൽ മതി 30h/11/2m ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ വാല്യൂ ആയിരിക്കും വരുന്നത്. അപ്പോൾ 11/2m മാത്രം കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ കിട്ടുന്നതിന് 360 നിന്ന് കുറയ്ക്കുക എന്നുള്ളതാണ്. സോ 11/2m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 11/2 × 20 ആണ് വരുന്നത്. സോ 110 ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് രണ്ട് ആംഗിൾ കിട്ടും. ഒരു ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇന്നറും ഒന്നെന്ന് പറയുന്നത് ഔട്ടറും ആയിരിക്കും. പക്ഷേ ബിറ്റ്വീൻ 12 and 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് ആംഗിൾ ഓഫ് ദി അവർ ഹാൻഡ് ആൻഡ് മിനിറ്റ് ഹാൻഡ് ഓഫ് എ ക്ലോക്ക് ബിറ്റ്വീൻ 12 and 4 എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വാല്യൂ ആയിരിക്കണം എടുക്കേണ്ടത്. സോ ആൻസർ 110 ആണ്. 250 ആൻസറിലുള്ളത് കൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യത. പക്ഷേ 110 ആയിരിക്കും ഗോ എന്ന് പറയുന്നത്. സോ 110 ആണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 26 January 2025 സൺഡേ ആണെന്നുണ്ടെങ്കിൽ 26 January 2028 ഏത് ദിവസമായിരിക്കും എന്നുള്ളതാണ്. 3 വർഷമാണ്. സോ 3 ഓഡ് ഡേയ്സ് ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ 2028 ലീപ്പ് ഇയർ ആണ്. പക്ഷേ എന്താണ് ഫെബ്രുവരിയിലാണ് ലീപ്പ് ഇയർ വരുന്നത്, അല്ലെങ്കിൽ ലീപ്പ് ഡേ വരുന്നത്. അതുകൊണ്ട് അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. സോ 3 ദിവസം കൂടെ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ സൺഡേ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താണ് മൺഡേ, ട്യൂസ്ഡേ ആൻഡ് വെനസ്ഡേ 3 ഡേയ്സ് കഴിയുമ്പോൾ ഉള്ളത്. എളുപ്പമുള്ളൊരു ചോദ്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എർത്ത് ഈസ് റിട്ടൺ ആസ് FCUXM ദെൻ സ്പൂൺ ക്യാൻ ബി റിട്ടൺ ആസ് എന്താണെന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. സോ എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്തിനെ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത് FCUXM
എം. എങ്ങനെയാണ് നോക്കാം? ഇ കഴിഞ്ഞാൽ എഫ് ആണ് വരുന്നത്, +1 ആണ്. എ കഴിഞ്ഞാൽ ബി സി +2 ആണ് വന്നിട്ടുള്ളത്. ഇവിടെ ആർ എസ് ടി യു +3 ആണ് വന്നിട്ടുള്ളത്. ടി യു വി ഡബ്ല്യു എക്സ് +4 ആണ് വന്നിട്ടുള്ളത്. എച്ച് ഐ ജെ കെ എൽ എം അപ്പോൾ +5 ആണ് വന്നിട്ടുള്ളത്. സോ ഈ ഒരു ഓർഡറിലായിരിക്കും പോകുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്പൂൺ നമുക്ക് എങ്ങനെ എഴുതാമെന്നുള്ളതാണ്. സോ എസ് കഴിഞ്ഞാൽ സ്പൂൺ, എസ് കഴിഞ്ഞാൽ ടി ആണ് വരുന്നത്. ഓക്കെ, അത് കറക്റ്റാണ്. ദെൻ പി കഴിഞ്ഞാൽ ക്യു ആർ, ഒ കഴിഞ്ഞാൽ പി ക്യു ആർ, ആർ തന്നെയാണ് വരുന്നത്. ദെൻ ഒ കഴിഞ്ഞാൽ പി ക്യു ആർ എസ് എൽ, എൻ ഒ പി ക്യു ആർ എസ്. ഓക്കെ, ആഡ് ചെയ്ത് നോക്കിയാൽ മതി. ടി ആർ എസ് എസ് എന്ന് വരും, ടി ആർ ആർ എസ് എസ് എന്ന് വരും. സോ ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 4 divided by 10 minus 4 plus 32 divided by 4 plus ബ്രാക്കറ്റിനകത്ത് 4 plus 10 divided by 2 minus 1 എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബ്രാക്കറ്റിനകത്തുള്ളതിനെ ചെയ്യുക, പിന്നെ ഡിവിഷൻ ആ ഒരു ബോട്ട് മാസ് റൂൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ബ്രാക്കറ്റിനകത്ത് 10 divided by 2 8, സോ 4 10 divided by 2 5, 4 plus 5 9 minus 1 8 വരും ഇതിനകത്ത്, 8. 32 divided by 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 വരും. സോ ഇത്രയും വാല്യൂ എന്ന് പറഞ്ഞാൽ 4 വരും. ദെൻ 40 divided by 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് 4 വരും. സോ ആൻസർ എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും? 4 - 4 + 4 എന്ന് എഴുതാൻ പറ്റും. സോ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? 4 ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. 67th nth ടേം ഓഫ് ദ സീരീസ് 5√5 1 ഈസ് 1/625. അപ്പം ഈ സീരീസ് നോക്കിക്കഴിഞ്ഞാൽ √5 വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? 5ൽ നിന്ന് √5 പോയാലാണ് √5 വരുന്നത്. അതേ ഡിവൈഡ് ബൈ √5 വന്നു കഴിഞ്ഞാൽ എന്താണ്? 1 വരും. സോ സീരീസ് എന്തായിരിക്കും? AR, ഇത് ജോമെട്രിക് പ്രോഗ്രഷൻ ആണ്. ആൻഡ് ഇതിൻ്റെ കോമൺ ആയിട്ട് വരുന്നത്, ഇപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് 5 ആണ്. കോമൺ എന്ന് എത്രയായിരിക്കും വരുന്നത്? 1/√5 ആയിരിക്കും വരുന്നത്. ആർ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/√5 ആയിരിക്കും വരുന്നത്. സോ 5 × 1/√5 എന്ന് പറഞ്ഞാൽ √5, √5 × 1/√5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. അപ്പോൾ നമുക്കത് കിട്ടും. എന്ത് ടേമും കിട്ടിയിട്ടുണ്ട്? 1/625. സോ 1/625 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം ഇൻറ്റു r⁻n - 1 ആണ്. സോ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 5 ആണ്. 5 × r എന്ന് പറഞ്ഞാൽ 1/√5⁻n - 1 ആണ്. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത്? എന്ത് ടേം എന്ന് പറയുന്നത്. ഈ 1/625 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയായിരിക്കും എന്നറിയാം? 5⁴ ആണ്. 5⁴ 25 × 25 അല്ല 625. സോ 25 5² ആണ്. അപ്പോൾ 5⁴. ഈ 5നെ കൂടി നമ്മൾ ഇപ്പുറത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇൻറ്റു 5 ഈസ് ഈക്വൽ ടു 1/√5⁻n - 1. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ √5ൽ എന്ത് എഴുതിയാൽ മതി? ഈ ലെഫ്റ്റ് സൈഡിലെ ഇക്വേഷൻ ആ വാല്യൂ എഴുതിയാൽ മതി. സോ √5ൻ്റെ സ്ക്വയർ ആണ് എന്തെന്ന് പറയുന്നത്? 5 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എത്രയാണ് വരുന്നത്? 5⁵ ആണ് വരുന്നത്. അപ്പോൾ √5⁻10 ആയിരിക്കും വരുന്നത്. 1/√5⁻10 അതാണ് എന്ത് പറയുന്നത്? 1/√5⁻n - 1 എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? n - 1 = 10 എന്ന് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. n - 1 = 10. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ n = 11 എന്ന് കിട്ടും. സോ ആൻസർ ഈസ് എ. എ ആണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാജു മൂവ്ഡ് 10 km ടു ദ ഈസ്റ്റ്. സോ ഡയറക്ഷൻ ക്വസ്റ്റ്യൻ ആണ്. രാജു 10 km ഈസ്റ്റിലേക്കായിട്ട് മൂവ് ചെയ്യുന്നു. 10 km. ടേൺ ടുവേഴ്സ് ദ റൈറ്റ് ആൻഡ് മൂവ് 20 km. അവിടെ നിന്നും റൈറ്റിലേക്ക് ടേൺ ചെയ്തതിന് ശേഷം 20 km മൂവ് ചെയ്യുന്നു. ആഫ്റ്റർ ദാറ്റ് ഹി ടേൺ ടുവേർഡ്സ് ദ ലെഫ്റ്റ് ആൻഡ് മൂവ് 10 km. അഗെയിൻ ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യുന്നു, 10 km മൂവ് ചെയ്യുന്നു. ഓക്കെ, ഈ ഡയറക്ഷൻ്റെ ലെഫ്റ്റ് ആണ്. ഫൈനലി ഹി ടേൺഡ് ലെഫ്റ്റ് അഗെയിൻ. അപ്പോൾ ഇവിടെ നിന്നും ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്തിട്ട് 35 km മൂവ് ചെയ്യുന്നു. സോ 20 + 15 കൂടെ മൂവ് ചെയ്യണം. സോ 35 km മൂവ് ചെയ്യുന്നത്. ദെൻ വാട്ട് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്കിവിടെ 10 ഉണ്ട്, ഇവിടെയും 10 ഉണ്ട്. സോ 20 ഇവിടെ വരും, ഇവിടെ വരെ 20 ആണ്. സോ ഇവിടെ എന്താണ് വരുന്നത്? 15 വരും. സോ 20 and 15, ഇവിടെ 20 ഇവിടെ 15. അപ്പോൾ അതിൻ്റെ സ്ക്വയറിൻ്റെ സം എടുത്ത് റൂട്ട് നോക്കുക. അപ്പോൾ 400 + 225 625. 625ൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 25 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് തീരെ അപ്ലൈ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. നൗ സുമേഷ് റാങ്ക് 13. സുമേഷ് ഈസ് 13 ranks ahead of രമേഷ്. പൊസിഷനിങ് ആണ്. അപ്പോൾ സുമേഷ് ഈസ് 13 ranks ahead of രമേഷ്. രമേഷിൽ നിന്നുമാണ് നമ്മൾ പറയുന്നത്. രമേഷിൽ നിന്നും 13 ranks ahead ആണ്. അപ്പോൾ ഇവർ 13 ranks ahead ആണ് സുമേഷ് എന്ന് പറയുന്നത്. രമേഷ് ഈസ് 19th ഫ്രം ദ ലാസ്റ്റ്. അപ്പോൾ ലാസ്റ്റ് പോയിന്റിൽ നിന്നും രമേഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 19th ആണ് വരുന്നത്. സോ രമേഷിൻ്റെ പൊസിഷൻ കിട്ടി 19th. രാജേഷ് ഈസ് 5 rank ബിഹൈൻഡ് സുമേഷ്. രാജേഷ് എന്ന് പറയുന്നത്
ഇപ്പോൾ രാജേഷ് ഇവിടെയാണെന്ന് വിചാരിക്കുക. സോ 5 റാങ്ക് ബിഹൈൻഡ് വോട്ട് സുമേഷ്. ആര്യ ഈസ് 8 റാങ്ക് അഹെഡ് ഓഫ് രാജേഷ്. ആര്യ എന്ന് പറയുന്നത് ഇവിടെയാണ് ആര്യ വരിക. ആര്യ ഈസ് ആക്ച്വലി എത്രയാണ്? ആര്യ ഈസ് 8 റാങ്ക് അഹെഡ് ഓഫ് രാജേഷ് ആൻഡ് 3 റാങ്ക് അഹെഡ് ഓഫ് സുമേഷ്. ശരി തന്നെയാണ്. 8 റാങ്ക് അഹെഡ് ഓഫ് രാജേഷ് ആണെങ്കിൽ 3 റാങ്ക് അഹെഡ് ഓഫ് സുമേഷ് ആണ്. അതും ശരി തന്നെയാണ്. ഇഫ് ആര്യ ഈസ് 39th ഫ്രം ദ ഫ്രണ്ട്. ഈ ആര്യ എന്ന് പറയുന്നത് ഫ്രണ്ടിൽ നിന്നും എത്രാമതാണ്? 39th ആണെന്നുണ്ടെങ്കിൽ ഹൗ മെനി പീപ്പിൾ ആർ ദെയർ ഇൻ ദ ക്യൂ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ എന്താണ് വേണ്ടത്? നമുക്കിവിടെ വേണ്ടത് ഇപ്പോൾ രമേഷ് 19th ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ആര്യ 39th ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഐദർ രമേഷിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള പൊസിഷൻ നോക്കുക, അല്ലെങ്കിൽ ആര്യയുടെ ബിഹൈൻഡിൽ നിന്നുള്ള പൊസിഷൻ നോക്കുക. രണ്ടിലേതെങ്കിലും ഒന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ക്വസ്റ്റനിൽ നിന്ന് നമുക്ക് രമേഷ് 19th ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, അതായത് ബാക്കിൽ നിന്നും 19th ആണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ നിന്നും എത്രാമതാണെന്ന് നോക്കിയാൽ മതി. സോ 39th ഉള്ള ആര്യ സുമേഷുമായിട്ട് 3 പൊസിഷൻ, അപ്പോൾ 42nd വരും സുമേഷ് എന്ന് പറയുന്നത്. 42nd. ഈ 42nd പ്ലസ് 13th പൊസിഷനാണ് രമേഷ് എന്ന് പറയുന്നത്. സോ സുമേഷിൽ നിന്നും 13th ആണ് വരുന്നത്. സോ 55 വരും. സോ ഫ്രണ്ടിൽ നിന്നും എത്രാമതാണ് വരുന്നത്? 55th പൊസിഷനിലാണ് എന്തെന്ന് പറയുന്നത് രമേഷ് വരുന്നത്. ബാക്കിൽ നിന്നും 19th ആണ്. അപ്പോൾ രണ്ടും കൂടെ കൂട്ടിയിട്ട് 1 കുറയ്ക്കുക എന്നുള്ളത്. സോ 55ൻ്റെ കൂടെ 19 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 74 വരും. 74ൽ നിന്നും 1 കുറച്ച് കഴിഞ്ഞാൽ 73. 73rd ആണ് പൊസിഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് രമേഷിൻ്റെ പൊസിഷൻ ബാക്കിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് മുന്നിൽ നിന്ന് എത്രയാണെന്ന് അറിഞ്ഞാൽ മതി. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് അതിൽ നിന്നും 1 കുറച്ച് കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ കിട്ടും. അതിന് നമുക്കുള്ളത് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള വാല്യൂസ് ആണ്. അതിൽ ഇതെല്ലാം ഒന്ന് നമുക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുള്ള എല്ലാം ഒന്നും നമുക്ക് യൂട്ടിലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആര്യ 39th ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആര്യ എന്താണ്? സുമേഷിൽ നിന്നും 3 അഹെഡ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സുമേഷിൻ്റെ പൊസിഷൻ എത്രയാണ്? 42nd വരുന്നുണ്ട്. അവിടെ നിന്നും 13 പൊസിഷൻ മാറിയിട്ടാണ് രമേഷ് വരുന്നത്. 55th പൊസിഷൻ വരും. അപ്പോൾ ഫ്രണ്ടിൽ നിന്നും 55th, പുറകിൽ നിന്നും 19th. രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് 1 കുറയ്ക്കുന്നു. 73 ആണ്. സോ നെക്സ്റ്റ് ഈസ് 17th ക്വസ്റ്റ്യൻ. രാജു ഈസ് ദ സൺ ഓഫ് റാംസ് ഫാദേഴ്സ് സിസ്റ്റർ. ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് രാജു ആരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. രാജു ഈസ് ദ സൺ ഓഫ് റാംസ് ഫാദേഴ്സ് സിസ്റ്റർ. ഫാദറിൻ്റെ സിസ്റ്ററിൻ്റെ. സോ ഇതാണ് സിസ്റ്റർ. ഇതാണ് റാമിൻ്റെ ഫാദർ. റാംസ് ഫാദർ എന്ന് എഴുതുന്നെങ്കിൽ എഴുതിക്കോളാം. റാംസ് ഫാദർ. സോ റാമിൻ്റെ ഫാദറിൻ്റെ ഇത് രാമാണ്. ഓക്കെ. റാമിൻ്റെ ഫാദറിൻ്റെ സിസ്റ്ററിൻ്റെ മകനാണ് രാജു. ദെൻ വിക്രം ഈസ് ദ സൺ ഓഫ് രാധ. അത് ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്യാൻ, ആദ്യത്തെ കണ്ടീഷനുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഹു ഈസ് ദ മദർ ഓഫ് അരുൺ. അരുണിൻ്റെ മദറാണ്. ആൻഡ് ഗ്രാൻഡ് മദർ ഓഫ് രാം. രാമിൻ്റെ ഗ്രാൻഡ് മദറാണ് രാധ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. സോ രാമിൻ്റെ ഫാദറിൻ്റെ മദറാണ് ഗ്രാൻഡ് മദർ എന്ന് പറയുമ്പോൾ. ആരെന്ന് പറയുന്നത്? രാധ എന്ന് പറയുന്നത്. രാധ. അപ്പം ഹു ഈസ് ദ മദർ ഓഫ് അരുൺ എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അരുണിൻ്റെ മദർ കൂടിയിട്ടാണ് ആരെന്ന് പറയുന്നത്? ഈ രാധ എന്ന് പറയുന്നത്. മേ ബി ഈ ഫാദർ എന്ന് പറയുന്നത് അരുൺ ആവാം, അല്ലെങ്കിൽ ഒരു സിബ്ലിംഗ് ആവാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അരുൺ ഒരു സിബ്ലിംഗ് ആയിട്ട് തൽക്കാലം എഴുതാം. അരുൺ. അപ്പോൾ അരുണിൻ്റെ അമ്മയാണ് രാധ. അതേപോലെ തന്നെ എന്താണ്? രാമിൻ്റെ മുത്തശ്ശി കൂടിയിട്ടാണ് രാധ എന്ന് പറയുന്നത്. ആൻഡ് വിക്രം ഈസ് ദ സൺ ഓഫ് രാധ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിക്രമും ഇതിനകത്ത് വരാനുള്ള സാധ്യതയുണ്ട്. എന്തെന്ന് പറയുന്നത്? മകനായിട്ട് വരാം, അല്ലെങ്കിൽ ഈ ഫാദറിൽ ഒരാളെന്ന് പറയുന്നത് ആരാണ്? വിക്രമോ അരുണോ ആവാനുള്ള സാധ്യതയുണ്ട്. നിലവിലത് പറഞ്ഞിട്ടില്ല. കേശു ഈസ് ദ ഫാദർ ഓഫ് പ്രിയ. കേശു എന്ന് പറയുന്നത് പ്രിയയുടെ ഫാദറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കേശു ഈസ് ഓൾസോ ദ ഗ്രാൻഡ് ഫാദർ ഓഫ് രാജു. രാജുവിൻ്റെ ഗ്രാൻഡ് ഫാദർ ആണെന്നും പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ്? രാധയുടെ ഹസ്ബൻഡാണ് ആരെന്ന് പറയുന്നത്? കേശു എന്ന് പറയുന്നത്. സോ കേശു ഈസ് ദ ഫാദർ ഓഫ് പ്രിയ. പ്രിയയുടെ ഫാദർ ആണെന്നും പറയുന്നുണ്ട്. സിസ്റ്റർ എന്ന് പറയുന്നത് ആരാവാം? പ്രിയ ആവാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പ്രിയ ഒരു സിബ്ലിംഗ് ആവാനുള്ള സാധ്യതയുമുണ്ട്. പ്രിയ. 2 ഓപ്ഷനാണുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്? ഇതൊന്നുകിൽ ഏതെങ്കിലും ഫാദറോ സിസ്റ്ററോ ആവാനുള്ള സാധ്യതയുണ്ട്. ദെൻ ഹൗ ഈസ് രാജു റിലേറ്റഡ് ടു രാധ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ ആരുടെയും കാര്യം നമുക്ക് അറിയേണ്ട. രാജു രാധയുമായിട്ടുള്ള റിലേഷനാണ് ചോദിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ആരായിരിക്കും? രാജു ഈസ് ദ ഗ്രാൻഡ് സൺ ഓഫ് രാധ. ഓക്കെ. അപ്പോൾ കണ്ടീഷൻസ് കുറേ ആവശ്യമില്ലാത്ത തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടത് രാജു ഈസ് ദ ഗ്രാൻഡ് സൺ ഓഫ് രാധ. സോ ഇത്രയുമാണ് മാത്സ് മെൻ്റൽ എബിലിറ്റി ഏരിയയിൽ വരുന്ന ചോദ്യങ്ങളെന്ന് പറയുന്നത്. നമുക്ക് ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. 71st ക്വസ്റ്റ്യൻ. 70 kilograms ഡാഷ് മോർ ദാൻ എനിവൺ ക്യാൻ ലിഫ്റ്റ്. എന്താണ് ആൻസർ? ഈസ് മോർ ദാൻ എനിവൺ ക്യാൻ ലിഫ്റ്റ് ഈസിലി. 72. ഷീസ് എൽഡർ ഡാഷ് ഹർ യങ്ങസ്റ്റ് സിസ്റ്റർ ബൈ 4 years. എൽഡർ ദാൻ ആണോ, ഓഫ് ആണോ, ടു ആണോ ബൈ? എൽഡർ ടു ഹർ യങ്ങസ്റ്റ് സിസ്റ്റർ ബൈ 4 years. 73rd ആണ് ഐ ആം ഗുഡ് അറ്റ് ഗ്രാമർ. പോസിറ്റീവ് സെൻറ്റൻസ് ആവുമ്പോൾ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് വരണം, നെഗറ്റീവ് സെൻറ്റൻസ് ആവുമ്പോൾ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് വരണം. സോ ഐ ആം ഗുഡ് അറ്റ് ഗ്രാമർ.
ആറിൻ്റെ ആമിൻ്റെ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ടാഗ് ഇല്ല. സോ ആറിൻ്റെ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 74 ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഹി സെഡ് ഐ വിൽ റിട്ടേൺ ദിസ് ബുക്ക് ടുമാറോ. ടുമാറോ അപ്പോൾ എന്താണ്, നെക്സ്റ്റ് ഡേ ആണ്. അപ്പോൾ തന്നെ നമുക്ക് 2 ഓപ്ഷൻ കട്ട് ചെയ്യാനായിട്ട് പറ്റും. ഹി പ്രോമിസ് ദാറ്റ് ഹി വുഡ് റിട്ടേൺ ദ ബുക്ക് ദ നെക്സ്റ്റ് ഡേ. അപ്പോൾ he would return that book the next day. This എന്താവണം, that ആവണം. So he promised that he would return that book the next day. So answer is A. ഇനി 75 കറക്റ്റ് സ്പെല്ലിംഗ് ഐഡന്റിഫൈ ചെയ്യുക. ഫീനിക്സ് ആണ്, PHOENIX. അതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ്, ഓപ്ഷൻ A. 76th question. If you had studied well, you dash the exam. You will have passed ആണോ, you would passed ആണോ, would be passing ആണോ? അല്ല, ഓപ്ഷൻ D, you would have passed the exam. If you had studied well, you would have passed the exam. 77 kids are found about games, of, in, by. Of game. Kids are found of games. നമ്മൾ കോമൺ യൂസേജിൽ പറയുന്ന kids are found of games ആണ് അല്ലേ. 78 എന്താണ്, the idiom a red letter day. A red letter day എന്താണ്, എ വെരി ഇമ്പോർട്ടൻറ്റ് ഡേനെയാണ് എന്ത് ചെയ്യുക, നമ്മൾ എ റെഡ് ലെറ്റർ ഡേ എന്ന് പറയാം. ഇനി 79 I came across a dash of girls in the park. പ്രൈഡ്, ബെവി, ഗാഗിൾ പാക്ക്. ബെവി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഒരു പക്ഷേ കൺഫ്യൂഷൻ ഉണ്ടാവും പ്രൈഡ് ആണോ എന്നുള്ളതല്ല, കറക്റ്റ് ആയിട്ടുള്ള യൂസേജ് ബെവി ആണ്, ഓപ്ഷൻ സി ആണ്. 80 ദ വേർഡ് സ്കേപ്പ് ഗോഡ് മീൻസ്, ഇത് നമുക്ക് പെട്ടെന്ന് കിട്ടുക, എ പേഴ്സൺ ബ്ലെയിംഡ് ഫോർ സംവൺ എൽസസ് റോങ്. ഒരുപാട് തവണ നമ്മൾ ബലിയാട് ആവുക എന്ന് നമ്മൾ യൂസ് ചെയ്യാറുണ്ടല്ലേ. എ പേഴ്സൺ ബ്ലെയിംഡ് ഫോർ സംവൺ എൽസസ് റോങ് ആണ് എന്ത്, സ്കേപ്പ് ഗോഡ്. 81 എക്സ്ട്രാവഗന്റിന്റെ ഓപ്പോസിറ്റ് എന്താണ്, ത്രിഫ്റ്റി. ഒരുപാട് ധാരാളിത്തത്തോടെ ചെലവാക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്, ത്രിഫ്റ്റി, ഓപ്ഷൻ ബി. 82 ദ എക്സ്പ്രഷൻ സൈൻ ക്വാ നോൺ മീൻസ് ആൻ എസെൻഷ്യൽ കണ്ടീഷൻ. ദ എക്സ്പ്രഷൻ സൈൻ ക്വാ നോൺ മീൻസ് ആൻ എസെൻഷ്യൽ കണ്ടീഷൻ ആണ്. 83rd question. Choose the correct sentence. He is writing for 2 hours. He has been writing for 2 hours. He writes since 2 hours. He has been writing since 2 hours. ഏതാണ്, ബി. He has been writing for 2 hours ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി 84 ഫൈൻഡ് ദ പാസീവ് വോയിസ് ഓഫ് വേർ ഡിഡ് യു ബൈ ദാറ്റ് ബോട്ട്. വെൻ ദ ബോട്ട് വാസ് ബോട്ട്, വെൻ വാസ് ദ ബോട്ട് ബ്രോട്ട്, വെൻ ഡിഡ് ദ ബോട്ട് ബ്രോട്ട്, വെൻ ഡിഡ് ബോട്ട് ദ ബോട്ട്. എന്താണ് കറക്റ്റ്, വെൻ വാസ് ദ ബോട്ട് ബ്രോട്ട്. എങ്ങനെയാണ് നമ്മൾ പാസീവ് വോയിസ് ഫൈൻഡ് ദ പാസീവ് വോയിസ് ആണ്. സോ വെൻ ഡിഡ് യു ബൈ ദ ബോട്ടിന് നമ്മൾ എന്താക്കും, വെൻ വാസ് ദ ബോട്ട് ബോട്ട്. ഇനി അടുത്ത് സിംഗുലർ ഓഫ് ഡാറ്റ. ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടാത്തതായിരിക്കും. ഡാറ്റമാണ് എന്ത്, ഡാറ്റയുടെ സിംഗുലർ ഫോം ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് ദർ വാസ് ലിറ്റിൽ വാട്ടർ ഇൻ ദ ഗ്ലാസ്. എന്താണ് ലിറ്റിൽ വാട്ടർ ഇൻ ദ ഗ്ലാസ് എന്ന് അതിൻ്റെ ഉദ്ദേശം എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, ദർ ഈസ് നോ വാട്ടർ ഇൻ ദ ഗ്ലാസ്. സോ ദർ ഈസ് ലിറ്റിൽ വാട്ടർ ഇൻ ദ ഗ്ലാസ് മീൻസ് ദാറ്റ് ദർ ഈസ് നോ വാട്ടർ ഇൻ ദ ഗ്ലാസ്. ഇനി ദ ഫ്രേസൽ വെർബ് പുട്ട് ഓഫ് നമ്മൾ യൂസ് ചെയ്യാറില്ല. പുട്ട് ഓഫ് എ മീറ്റിംഗ് എന്താണ്, ടു പോസ്റ്റ്പോൺ സംതിങ്, മാറ്റി വയ്ക്കുക. അപ്പോൾ ഫ്രേസൽ വെർബ് പുട്ട് ഓഫ് മീൻസ് ദാറ്റ് ടു പോസ്റ്റ്പോൺ സംതിങ്. ഇനി ഇറ്റ് മേ ടേക്ക് ടൈം ടു ഡാഷ് ദ ന്യൂ സിറ്റുവേഷൻ. അഡോപ്റ്റ് ആണോ, അഡപ്റ്റ് ആണോ, അഡാപ്റ്റ് ആണോ, ആക്സെപ്റ്റ് ആണോ. ഇറ്റ് മേ ടേക്ക് ടൈം ടു അഡാപ്റ്റ് ടു ന്യൂ സിറ്റുവേഷൻ അല്ലേ നമ്മൾ യൂസ് ചെയ്യാറോ. ഇറ്റ് മേ ടേക്ക് ടൈം ടു അഡാപ്റ്റ് ടു ന്യൂ സിറ്റുവേഷൻ. 89 കിരൺസ് പെൻ വാസ് ഡാഷ് ദാൻ ദാറ്റ് ഓഫ് അരുൺ. ബാഡ്, വേഴ്സ്, വേഴ്സ്റ്റ്, വേഴ്സസ്റ്റ്. എന്താണ്, വേഴ്സ് ദാൻ ദാറ്റ് ഓഫ് അരുൺ. നമ്മൾ കമ്പയർ ചെയ്യാണ്. കിരൺസ് പെൻ വാസ് വേഴ്സ് ദാൻ ദാറ്റ് ഓഫ് അരുൺ. 90th question. The train dash when he reached the railway station. Is leaving, has left, had left, will leave. The train had left when he reached the railway station. നമുക്ക് മലയാളം ഒന്ന് നോക്കാം. ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ആണ്. ശുപാർശ എന്ന് നമ്മൾ പറയുമെങ്കിൽ അത് എഴുതുന്നത് ശിപാർശ എന്ന രീതിയിലാണ്. 92 ടു ടുക്ക് ബ്ലൂ എന്ന പ്രയോഗത്തിന്റെ ഉചിതമായ മലയാളം. വിഷണ്ണനായിരിക്കുക എന്നതാണ് എന്ത്, ടു ലുക്ക് ബ്ലൂ എന്ന പ്രയോഗത്തിന്റെ ഉചിതമായ മലയാളം. 93 സർവം ആത്മാവായി കാണുന്നവൻ. ഓപ്ഷൻ ഡി ആത്മയാജിയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 94 മുഖ്യം എന്ന പദത്തിന്റെ വിപരീത പദം നമ്മൾ പഠിക്കുന്നതാണ്. ഗൗണം. മുഖ്യം ഗൗണമാണ് അതിന്റെ വിപരീത പദം. 95 ഒരുക്കങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞേ എന്നും പ്രവർത്തിക്കാവൂ എന്ന ആശയം വരുന്ന പഴഞ്ചൊല്ല്. ഓപ്ഷൻ സി കറ്റയും തലയിൽ വെച്ച് കളം ചെത്തരുത്. ഒരുക്കങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞ് എന്തും പ്രവർത്തിക്കാവൂ എന്ന ആശയം വരുന്നത് കറ്റയും തലയിൽ വെച്ച് കളം ചെത്തരുത്. 96 തെറ്റായ വാക്യം തിരഞ്ഞെടുക്കുക. ഏകദേശം 300 പേർ ആ സദ്യയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഏകദേശം 300ഓളം പേരെങ്കിലും ആ സദ്യയിൽ പങ്കെടുത്തിട്ടുണ്ട്.
300ഓളം പേർ ആ സദ്യയിൽ പങ്കെടുത്തിട്ടുണ്ട്. 300 പേരെങ്കിലും ആ സദ്യയിൽ പങ്കെടുത്തിട്ടുണ്ട്. എന്താണ് ഏകദേശം വരുമ്പോൾ പിന്നെ 300ഓളം എന്ന് വേണ്ട, ഏകദേശം 300ഓളം പേരെങ്കിലും ആ സദ്യയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നത് എന്താണ് തെറ്റായിട്ടുള്ളൊരു വാക്യമാണ്. ഇനി 97 പാമ്പ് എന്ന പദത്തിന്റെ പര്യായ പദം വിലേശയം എന്നതാണ് എന്ത് പാമ്പ് എന്ന പദത്തിന്റെ പര്യായ പദമായിട്ട് വരിക. 98 വെണ്മ നമ്മൾ ഒരുപാട് തവണ പഠിക്കുന്നതാണല്ലേ, ഓപ്ഷൻ ബി ആണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 99 വാരണ്യവ്യാള ബല്ലൂക അതിന്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് കൃത്യമായിട്ട് കിട്ടാൻ സാധ്യതയുള്ളതാണ് എന്ത് കരടിയാണ് അതിന്റെ കൃത്യമായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 100ാമത്തെ ചോദ്യം ദിക്നാഗൻ എന്ന പദങ്ങൾ ചേർത്തെഴുതിയാൽ ദിക് പ്ലസ് നാഗൻ എന്ന് എഴുതി വെച്ചാൽ ദിക്നാഗൻ എന്നതാണ് വരിക. ഓപ്ഷൻ ബി ആണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ.